നമസ്കാരം. എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2024, 25, 26 ആ ഒരു പീരീഡിൽ അതിൽ കേരള ഹിസ്റ്ററി പാർട്ടിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് ഈ ഒരു PPTs പ്രിപ്പയർ ചെയ്തേക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. 2. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. അപ്പം അതും ശരിയാണ്. ആദ്യത്തെ അസംഘടിത കലാപം വരുന്നത് അഞ്ചുതെങ്ങ് കലാപമാണ്. ആദ്യത്തെ സംഘടിത കലാപം എന്ന് പറയുമ്പോൾ അത് ആറ്റിങ്ങൽ കലാപം തന്നെയാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പം അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരി. ഇനി രണ്ടാമത്തെ ചോദ്യം, ശരിയായത് തിരഞ്ഞെടുക്കുക. എ, വൈക്കം സത്യാഗ്രഹം കൊടുത്തിട്ടുണ്ട്. വർഷം കൊടുത്തിരിക്കുന്നത് 1928 ആണ്. അപ്പം നമുക്കറിയാം അത് തെറ്റാണ്. 1924 വൈക്കം സത്യാഗ്രഹത്തിന്റെ വർഷം വരുന്നത്. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം 1931 ശരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 ശരിയാണ്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആനി ബസന്റ് ആയിരുന്നു എന്ന് ഓർത്തിരിക്കുക കേട്ടോ. പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആനി ബസന്റ് ആയിരുന്നു. പാലക്കാട് വെച്ചാണ് ഈ ഒരു സമ്മേളനം നടന്നത്. അപ്പം അത് ഓർത്തിരിക്കുക. അപ്പം ഇതിൽ നമ്മുടെ ഉത്തരം ഏതാ വരിക? ഓപ്ഷൻ സി ആണ്. ബി, സി, ഡി ശരി. അടുത്ത ചോദ്യം, പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? തോമസ് ഹാർവേ ബാബർ, ഫ്രാൻസിസ്കോ അൽമേഡ, ആൽബുക്കർക്ക്, റാൽഫ് ഫിച്ച്. അപ്പം നമുക്കറിയാം ഓപ്ഷൻ എ ആണ് ഉത്തരം. തോമസ് ഹാർവേ ബാബർ ആണ് ശരി ഉത്തരം കേട്ടോ. ഇനി തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. അപ്പൊ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണെന്നാണ് ചോദ്യം. എ, കെ രാമകൃഷ്ണപിള്ള, ബി, ജി സുബ്രഹ്മണ്യ അയ്യർ, സി ഗോപാലകൃഷ്ണ ഗോഖലെ, ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പൊ നമുക്കറിയാം സ്ഥാപകൻ എന്ന് ചോദിക്കുമ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. എഡിറ്റർ ആയിരുന്നു കെ രാമകൃഷ്ണപിള്ള, എഡിറ്റർ ആയിരുന്നു. സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്ത്? നരേന്ദ്രൻ, കുമാരഗുരുദേവൻ, അയ്യപ്പൻ, നാണു. അപ്പൊ ഇതിൽ ഓപ്ഷൻസിൽ അയ്യപ്പനാണ് കറക്റ്റ് ആൻസർ വരിക. അയ്യപ്പൻ. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് കുഞ്ഞൻ പിള്ള. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിലെ പേരായിരുന്നു കുഞ്ഞൻ പിള്ള എന്നുള്ളത് കേട്ടോ. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? മന്നത്ത് പത്മനാഭൻ, ടി കെ മാധവൻ, എ കെ ഗോപാലൻ, കെ കേളപ്പൻ. അപ്പം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ്. 8, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അത് ഓപ്ഷൻസ് കാണാണ്ട് തന്നെ നമുക്ക് ഏവർക്കും അറിയാം അല്ലെ. സ്വാമി വിവേകാനന്ദനാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. അടുത്ത ചോദ്യം, ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? കെ കേളപ്പൻ, സഹോദരൻ അയ്യപ്പൻ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. അപ്പൊ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ശ്രീനാരായണ ഗുരു ആണ്. അടുത്തത്, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആറ്റിങ്ങൽ കലാപം, പുന്നപ്ര വയലാർ സമരം, നിവർത്തന പ്രക്ഷോഭം, മലബാർ കലാപം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. പുന്നപ്ര വയലാർ സമരമാണ് കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? അപ്പൊ ചോദ്യം ശ്രദ്ധിക്കണം, ഉൾപ്പെടാത്തത് എന്നാണ് ചോദിക്കുന്നത്, ഉൾപ്പെടുന്നത് അല്ല കേട്ടോ. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു. അപ്പൊ അത് ശരിയാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. അതും ശരിയാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. അത് ശ്രീനാരായണ ഗുരു ആണ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. അപ്പം അത് വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ വരുന്നതല്ല. പിന്നെ സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. അതും ശരിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരം വരുന്നത് എ, 3 മാത്രം എന്നുള്ള ഒരു ഓപ്ഷനാണ് ശരി ഉത്തരം വരുന്നത് കേട്ടോ. അടുത്തത്, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? കെ രാമകൃഷ്ണപിള്ള, കമ്പളത്ത് ഗോവിന്ദൻ നായർ, എൻ വി കൃഷ്ണവാര്യർ, EMS നമ്പൂതിരിപ്പാട്. അപ്പം ശരി ഉത്തരം വരുന്നത് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന, ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാടാണ് കേട്ടോ. അടുത്ത ചോദ്യം, 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉദ്യോഗ സംവരണം, സഞ്ചാര സ്വാതന്ത്ര്യം, ബ്രിട്ടീഷുകാർക്കെതിരെ പത്രസ്വാതന്ത്ര്യം. അപ്പം നിവർത്തന പ്രക്ഷോഭം നമുക്കറിയാം ഉദ്യോഗ സംവരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം.
അടുത്തത് താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണന പ്രകാരം ക്രമീകരിക്കുക. വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, പാലിയം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പൊ ഇതിൽ ആദ്യം വരിക ഏതാണ്? ചാന്നാർ ലഹളയാണ്. 1822 ചാന്നാർ ലഹള. അപ്പൊ ഇതാണ് ആദ്യം വരിക. പിന്നെ വൈക്കം സത്യാഗ്രഹം 1924 വൈക്കം സത്യാഗ്രഹം വരുന്നത്. പിന്നെ 36 ക്ഷേത്രപ്രവേശന വിളംബരം. പാലിയം സത്യാഗ്രഹം എപ്പോഴാണ്? 1947 ആ ഒരു കാലഘട്ടത്തിലാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ശരി ഉത്തരം വരുന്നത് 2, 1, 4, 3 എന്ന ഓർഡറിലായിരിക്കും. 2, 1, 4, 3 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏതാണ്? 1, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. അപ്പം അത് ശരിയാണല്ലേ? ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്. പിന്നെ 1741 കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. അപ്പം അതും ശരിയാണ്. 3, ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ്. അപ്പം അത് ശരിയാണോ? കാർട്ടസ് വ്യവസ്ഥ ആരാണ് കൊണ്ടുവന്നത്? പോർച്ചുഗീസുകാരാണ് കൊണ്ടുവന്നത് കാർട്ടസ് വ്യവസ്ഥ. അപ്പം ഈ 3 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുമ്പോൾ അപ്പോൾ 1ഉം 2ഉം മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി. അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും. അപ്പൊ ഈ 4ാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് തന്നെ നമുക്ക് ആളെ കണ്ടുപിടിക്കാം അല്ലെ? ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററായിരുന്നത്. അപ്പോൾ കൊടുങ്ങല്ലൂരിൽ ജനനം, INCയുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതുപോലെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അടുത്ത ചോദ്യം, സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് 1851 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം. 2, സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്തശാസ്ത്രം അഭ്യസിപ്പിച്ചു. 3, ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. 4, കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അപ്പം ഇതിൽ ഏതാണ് തെറ്റ് വരുന്നത്? 1ാമത്തെ സ്റ്റേറ്റ്മെന്റിലാണ് തെറ്റ് വരുന്നത്. 1851 അല്ല, 52 അദ്ദേഹം ജനിച്ചത്. സ്ഥലമൊക്കെ ശരിയാണ്, പക്ഷെ ഇയർ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പം 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റായിട്ട് വരുന്നത് കേട്ടോ. ബാക്കിയെല്ലാം ശരിയാണ്. അടുത്തത്, 2023 150ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ. ഡോക്ടർ പൽപ്പു, വക്കം അബ്ദുൽ ഖാദർ മൗലവി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ. അപ്പം 2023 150ാം ജന്മവാർഷികം ആഘോഷിക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ് കേട്ടോ. അടുത്ത ചോദ്യം, ദ പോർച്ചുഗീസ് കോൺട്രിബ്യൂട്ടഡ് മെനി തിങ്സ് ടു കേരള ഇൻ ദ ഫോളോയിങ് വിച്ച് വൺ ഇസ് നോട്ട് എ കോൺട്രിബ്യൂഷൻ ഓഫ് പോർച്ചുഗീസ്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ കോൺട്രിബ്യൂഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദി പ്രൊമോട്ടഡ് സയന്റിഫിക് കൾട്ടിവേഷൻ ഓഫ് പെപ്പർ ആൻഡ് ജിഞ്ചർ. They founded theological seminaries and colleges at Cochin, Angamali and Vaipin Kota. They built the Bolgatti Palace at Kochi. They introduced new agricultural products like tobacco, pineapple, papaya. അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ 3 ആണ്. ബോൾഗാട്ടി പാലസ് പണി കഴിപ്പിച്ചത് ആരാണ്? ഡച്ചുകാരാണ്. അപ്പം ഓപ്ഷൻ 3 ആണ് തെറ്റ് വരുന്നത്. ഇവിടെ ആൻസർ സി. അടുത്ത ചോദ്യം, സം ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഓഫ് റാണി സേതു ലക്ഷ്മി ഭായ് ഓഫ് ട്രാവൻകോർ ഇസ് ഗിവൻ. അറേഞ്ച് ദം ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അപ്പോൾ ഇത് കാലക്രമത്തിൽ എഴുതാനാണ് ചോദ്യം. Abolished the Devadasi system. The city of Tirunelveli was illuminated with electric lights. Animal sacrifice was banned. Introduced patrilineal nuclear family system. അപ്പം ഈ പാട്രിലിനിയൽ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം എന്ന് പറയുമ്പോൾ നായർ റെഗുലേഷൻ ആക്ട് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഇയർ വൈസ് ഇത് എങ്ങനെയായിരിക്കും വരിക? അപ്പോൾ ആദ്യം ആനിമൽ സ്ലോട്ടർ ആണ് നിരോധിച്ചത്. ആനിമൽ സാക്രിഫൈസ് നിരോധിക്കുകയാണ് ചെയ്തത് 1925. അപ്പം അത് 1925. പിന്നെ അതിനുശേഷം നായർ റെഗുലേഷൻ ആക്ട്, പാട്രിലിനിയൽ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം, അതും 25 നവംബറിലാണ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി 1926. പിന്നെ ഇലക്ട്രിഫിക്കേഷൻ, അപ്പം അത് 1929 വരുന്നത്. അപ്പം നമ്മുടെ ഓർഡർ വരുന്നത് 3, 1, 4, 2 എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ. EV കൃഷ്ണപിള്ള, കുമാരനാശാൻ, ബോധേശ്വരൻ, CV രാമൻപിള്ള. നമുക്കറിയാം ഉത്തരം ഓപ്ഷൻ ഡി ആണ്. CV രാമൻപിള്ളയാണ് ശരി ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. 1, ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം.
ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, വൈകുണ്ഠസ്വാമികൾ പ്രാചീന മലയാളം, വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം. അപ്പൊ ഇതിൽ ഒരെണ്ണം മാത്രമാണ് തെറ്റുള്ളത്. അതേതാണ്? പ്രാചീന മലയാളം അല്ലെ. പ്രാചീന മലയാളം വൈകുണ്ഠ സ്വാമികളുടെ അല്ല, ചട്ടമ്പി സ്വാമികളുടെയാണ് പ്രാചീന മലയാളം. ബാക്കി മൂന്നും ശരിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 4 എന്നിവ മാത്രം ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഏതു പ്രസ്ഥാനവുമായി ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? സമത്വ സമാജം, ആത്മവിദ്യാ സംഘം, അരയ സമാജം, പ്രത്യക്ഷരക്ഷാ ദൈവസഭ. അപ്പൊ കുമാര ഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ഒരു വക്താവാണ് അല്ലേ, അതിന്റെ ഫൗണ്ടറാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്തത്, ഗാന്ധിജിയും അരാജകത്വവും, ഗാന്ധിയൻ അനാർക്കി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? കെ കേളപ്പൻ, ചേറ്റൂർ ശങ്കരൻ നായർ, പണ്ഡിറ്റ് KP കറുപ്പൻ, വൈകുണ്ഠസ്വാമികൾ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന് പറയുന്ന പുസ്തകം രചിച്ചിരിക്കുന്നത്. അടുത്തത്, വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? രാമൻ നമ്പി, തലക്കൽ ചന്തു, പഴശ്ശിരാജ, എടച്ചേന കൂങ്കൻ. അപ്പം ഈ 1812 കലാപത്തിനെ കുറിച്യ കലാപം എന്നാണ് പറയുക. കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമൻ നമ്പിയായിരുന്നു. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, രാമൻ നമ്പി. അടുത്തത്, കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്? ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, പൊയ്കയിൽ അപ്പച്ചൻ, ചട്ടമ്പി സ്വാമികൾ. അപ്പം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അയ്യങ്കാളിയാണ് കല്ലുമാല സമരത്തിലും പെരിനാട് കലാപത്തിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവ് കേട്ടോ. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം? 1990, 1992, 1991, 1989. അപ്പം കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 1991 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. അപ്പൊ നാണു ആശാൻ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു ആണ്. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. അതും ശരിയാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. അതും ശരിയാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസിൽ ഉത്തരം വരുന്നത് മുകളിലുള്ളവയെല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷനാണ് ഓപ്ഷൻ ഡി. 1, 2, 3, 4. അടുത്ത ചോദ്യം, കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? VT ഭട്ടതിരിപ്പാട്, ചട്ടമ്പി സ്വാമികൾ, പണ്ഡിറ്റ് കറുപ്പൻ, ആഗമാനന്ദ സ്വാമികൾ. അപ്പൊ ഇതിൽ കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്നത് VT ഭട്ടതിരിപ്പാടാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പേരിന്റെ പൂർണ്ണ രൂപം വരുന്നത് വെള്ളിത്തിരുത്തി താഴത്ത് കറുത്ത പട്ടേരി രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ്. അപ്പം ഓപ്ഷൻ എ VT ഭട്ടതിരിപ്പാടാണ് ശരി ഉത്തരം വരുന്നത്. അടുത്തത്, അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. ശ്രീനാരായണ ഗുരുവിന്റെ ഈ വരികൾ ഏത് കൃതിയിലേതാണ്? ദൈവദശകം, ആത്മോപദേശ ശതകം, ദർശനമാല, അനുകമ്പാ ദശകം. അപ്പം ഈ വരികൾ വരുന്നത് ആത്മോപദേശ ശതകത്തിലെയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കലാണ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് പ്രസ്ഥാനങ്ങളും സ്ഥാപകരുടെ പേരുമാണ് കേട്ടോ. സമത്വ സമാജം ആരാണ് ഇതിൽ? സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ വരുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. ഇനി ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദനാണ് അല്ലേ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പനും പ്രത്യക്ഷരക്ഷാ ദൈവസഭ കുമാര ഗുരുദേവനാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസിൽ ശരി ഉത്തരം വരിക 2, 1, 4, 3 എന്നുള്ളതാണ്. ഈ ഓപ്ഷൻസിൽ അതില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത് വെട്ടിയിട്ടിരിക്കുന്നത്. അപ്പൊ 2, 1, 3, 4, 3 എന്നുള്ളതാണ് ഓപ്ഷൻസിൽ വരിക കേട്ടോ. അടുത്ത ചോദ്യം, മാർത്താണ്ഡവർമ്മയെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? 3 സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. 1741 കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 1757 മാവേലിക്കര ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും കൊച്ചിയും സൗഹൃദ ബന്ധം സ്ഥാപിച്ചു. അപ്പൊ നമുക്കറിയാം മാവേലിക്കര ഉടമ്പടി ഡച്ചുകാരും തിരുവിതാംകൂറും തമ്മിലാണുള്ളത്. അവിടെ കൊച്ചിക്ക് വലിയ ഇതില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് ഉറപ്പാണ്. മണ്ഡപത്തും വാതുക്കൽ എന്നാണ് സേനാ ആസ്ഥാനത്തിന് നൽകിയിരിക്കുന്ന പേര്. അപ്പൊ അതും ചെറിയ കൺഫ്യൂഷൻ ആണ്. മണ്ഡപത്തും വാതുക്കല് താലൂക്കുകളെ പറയുന്ന പേരാണ്. പക്ഷെ എന്നാലും നമ്മുടെ ഇവിടെ ഓപ്ഷൻസ് എടുത്ത് നോക്കുമ്പോൾ ഓപ്ഷൻ അനലൈസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും 2 ഓപ്ഷൻ ഉറപ്പായിട്ടും ശരിയായിട്ടാണ് അവർ പറയുന്നത്. അപ്പൊ നമുക്കിതിൽ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണെന്ന് ഉറപ്പാണ്. അപ്പൊ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ A, B, D എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അത് തെറ്റാണെന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പൊ ഇനി ബാക്കി വരുന്നത് ഓപ്ഷൻ സി മാത്രമാണ്. ഓൺലി 1 and 3 എന്നുള്ളതാണ് ശരി ഉത്തരം വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന വസ്തുതകളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. അപ്പോൾ 1, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് EV രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി. ശരിയാണ്. അതുപോലെ 1924 വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് വരുന്നത്
നിയമസഭ 1925 ഫെബ്രുവരി 7 വോട്ട് ചെയ്തു. 22 പേരെ പിന്തുണച്ചു, 21 പേര് നിരസിച്ചു. അപ്പം ഇതാണ് ഇവിടെ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ 22 പേര് പിന്തുണയ്ക്കല്ല, 21 പേരാണ് പിന്തുണച്ചത്, അതുപോലെ 22 പേരാണ് നിരസിക്കുക ചെയ്തത് കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തിരിച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് വരുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 and 2 ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഏത് പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 1939 നവംബർ 12 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 12 നവംബർ 1 സത്യാഗ്രഹം ആരംഭിച്ചത്. അപ്പോൾ 1 എന്ന് വരുന്ന ഓപ്ഷൻ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ബിയും അല്ല, അതുപോലെ തന്നെ ഡിയും ആവില്ല. ഇനി 2, പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ശരിയാണല്ലേ. 3, ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. അതും ശരിയാണ്. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. അപ്പം അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഓപ്ഷനിൽ ഈ 3 വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3, 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? അപ്പം വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. അപ്പം നമുക്കറിയാം അല്ലെ, ചാന്നാർ ലഹളയാണ് ഇതിൽ ആദ്യം നടന്നത്. 1813 ആ കാലഘട്ടത്തിലാണ് ചാന്നാർ ലഹള നടക്കുന്നത്. പിന്നെ വൈക്കം സത്യാഗ്രഹം 1924 അതിനു മുമ്പാണ് മലബാർ കലാപം 1921. ക്ഷേത്രപ്രവേശന വിളംബരം 1936. അപ്പം ഇതിൽ 2, 4, 1, 3 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. അത് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ശരിയുത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 2021 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ്? വാഗൺ ട്രാജഡി, ജാലിയൻ വാലാബാഗ്, ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം. അപ്പം നമുക്കറിയാം വാഗൺ ട്രാജഡി നടന്നത് 1921. ജാലിയൻ വാലാബാഗ് 1919. ക്ഷേത്രപ്രവേശന വിളംബരം 1936. വൈക്കം സത്യാഗ്രഹം 1924. അപ്പം ഇതിലെ ശതാബ്ദി വർഷം 2021 വരുന്നത് വാഗൺ ട്രാജഡിയാണ്. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. അപ്പോൾ പാളയം സത്യാഗ്രഹം 1947-48 അത് ശരിയാണല്ലേ, ശരിയായിട്ടുള്ള ഒരു ഉത്തരമാണ്. ഇനി നിവർത്തന പ്രക്ഷോഭം 1935 അത് ശരിയാണോ തെറ്റാണോ? നിവർത്തന പ്രക്ഷോഭത്തിന്റെ വർഷം 1935 അല്ല, 1932 ആണ്. അപ്പം അത് തെറ്റായിട്ടുള്ളൊരു ഉത്തരമാണ്. ഇനി പട്ടിണി ജാഥ 1936 അത് ശരിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1931-32 അതും ശരിയാണ്. അപ്പം അതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 2 മാത്രമാണ് കേട്ടോ. ഇനി അടുത്തത്, പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ. അപ്പോൾ ഉദയംപേരൂർ സുന്നഹദോസ് നടന്നത് 1599 ഓർക്കുക. ഓപ്ഷൻ എ ജോവനീസ് ഗോൺസാൽവസ്, ബി ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ്, സി ഗാർഷ്യ ഡി ഓർത്ത, ഡി ബിഷപ്പ് അഹറ്റല്ല. അപ്പോൾ ഇതിൽ ശരിയുത്തരം വരുന്നത് അലക്സിസ് ഡി മെനസിസ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഇവിടെ അവരുടെ തിരുവിതാംകൂർ രാജാക്കന്മാരും അവരുടെ കോൺട്രിബ്യൂഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാതി തിരുനാൾ ഇതിൽ ഏതാ വരിക? സ്വാതി തിരുനാൾ ബിഗിനിങ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആണല്ലേ കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ സ്വാതി തിരുനാൾ ബിഗിനിങ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയോ? ഇതിൽ ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഇൻ ട്രാവൻകൂർ ആണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ വരുന്നത്. ആയില്യം തിരുനാൾ പണ്ടാരപ്പാട്ട വിളംബരമാണ്. അതുപോലെ ശ്രീമൂലം തിരുനാൾ ഫോർമേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻ 1888. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് എങ്ങനെയാണ് വരുന്നത്? ബി, ഡി, എ, സി എന്നുള്ളതാണ് ഓപ്ഷൻസ് വരുന്നത്. ബി, ഡി, എ, സി. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, മന്നത്ത് പത്മനാഭൻ ഓർഗനൈസ്ഡ് സവർണ ജാഥ ഇൻ സപ്പോർട്ട് ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹ, പാളയം സത്യാഗ്രഹ, സോൾട്ട് സത്യാഗ്രഹ, വൈക്കം സത്യാഗ്രഹ. അപ്പോൾ നമുക്കറിയാം സവർണ ജാഥ നടത്തിയത് വൈക്കം സത്യാഗ്രഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. ഹൂ റോട്ട് ദ ഫേമസ് ബുക്ക് പ്രാചീന മലയാളം? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ, സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പോൾ പ്രാചീന മലയാളം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്. ഇനി ഹൂ വാസ് ദ പ്രസിഡന്റ് ഓഫ് ഐക്യ കേരള കമ്മിറ്റി ഫോംഡ് ഇൻ 1945? കെ പി കേശവമേനോൻ, എ കെ ഗോപാലൻ, ടി കെ നാരായണപിള്ള, കെ കെ എളപ്പൻ. അപ്പം 1945 ഐക്യ കേരള കമ്മിറ്റിന്റെ പ്രസിഡന്റ് ആരായിരുന്നു എന്നുള്ളതാണ്. കെ പി കേശവമേനോൻ ആണ് ശരിയുത്തരം. ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഷ്യൽ റിഫോമേഴ്സ് സ്റ്റാർട്ടഡ് ദ ജേർണൽ ഉണ്ണി നമ്പൂതിരി? അപ്പോൾ ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്നിട്ടുള്ള ആ ഒരു ജേർണൽ സ്റ്റാർട്ട് ചെയ്തത് ആര്യപ്പള്ളം, ഒ ചന്തുമേനോൻ, വി ടി ഭട്ടതിരിപ്പാട്, പി കെ വാസുദേവൻ നമ്പൂതിരി. അപ്പം ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. വി ടി ഭട്ടതിരിപ്പാടാണ് ശരിയുത്തരം വരുന്നത്.
അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ അതിൽ 4 പ്രസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഫൗണ്ടേഴ്സും. സമത്വ സമാജം അയ്യങ്കാളിയാണോ? അല്ലല്ലേ, വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജത്തിന്റെ. അപ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇനി ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ ശരിയാണ്. സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു ആണോ? അല്ല. ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അപ്പം അതും തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇനി യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്, അപ്പം അത് ശരിയാണ്. അപ്പം ഇതിൽ ഉത്തരം വരുന്നത് 2ഉം 4ഉം ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. അടുത്തത്, ഹൂ ഈസ് നോൺ ആസ് മയ്യഴി ഗാന്ധി? മയ്യഴി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പു, IK കുമാരൻ, KK കേളപ്പൻ, VP മേനോൻ. ആരാണ്? IK കുമാരനാണ് മയ്യഴി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ്? ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, വൈക്കം സത്യാഗ്രഹ, പാലിയം സത്യാഗ്രഹ, അരുവിപ്പുറം കോൺസെക്രേഷൻ. അപ്പം ഇതിൽ നമുക്കറിയാം അരുവിപ്പുറം പ്രതിഷ്ഠയാണ് ആദ്യം നടന്നത്. 1888 അത് നടക്കുന്നത്. പിന്നെ അതിനുശേഷമാണ് വൈക്കം സത്യാഗ്രഹ 1924, പിന്നെ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ 1936, പാലിയം സത്യാഗ്രഹ 1947-48 ആ ഒരു സമയത്ത്. അപ്പം ഇതിൽ കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 4213. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് വാഗ്ഭടാനന്ദ ആണ്. അപ്പം ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വാഗ്ഭടാനന്ദ സ്റ്റാർട്ടഡ് ദ ഓർഗനൈസേഷൻ നോൺ ആസ് ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം ധാരാണ് വാഗ്ഭടാനന്ദനാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, വേദാധികാര നിരൂപണം വാസ് റിട്ടൺ ബൈ വാഗ്ഭടാനന്ദ. അത് തെറ്റാണ് അല്ലെ. വേദാധികാര നിരൂപണം എഴുതിയത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഇനി അടുത്തത്, ഹി ഓൾസോ സ്റ്റാർട്ടഡ് എ മാഗസിൻ നെയിം അഭിനവ കേരളം. അപ്പോൾ അത് ശരിയാണ്. അഭിനവ കേരളം അതാരുടെയാണ്? വാഗ്ഭടാനന്ദന്റെയാണ്. ഇനി വാഗ്ഭടാനന്ദ ഫേവർ ടെമ്പിൾ എൻട്രി റൈറ്റ് ഓഫ് ലോവർ കാസ്റ്റ്. അപ്പോൾ അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിൽ 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരി വരുന്നത്. 1, 3 and 4 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം വീണ്ടും കാലക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പം അതിൽ കൊച്ചി കൂടിയായ്മ നിയമം, മലബാർ കൂടിയായ്മ നിയമം, പണ്ടാരപ്പാട്ട വിളംബരം, കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട്. അപ്പം 4 ആക്ടുകളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ആദ്യം വരുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണല്ലേ. 1865 പണ്ടാരപ്പാട്ട വിളംബരം വരുന്നത്. പിന്നെ കൊച്ചി കൂടിയായ്മ നിയമമാണ് 1914 വരുന്നത്. മലബാർ കൂടിയായ്മ നിയമം 1929, കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് 1957 വരുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡർ നോക്കുമ്പം നമുക്ക് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 3, 1, 2, 4 എന്നുള്ളതാണ് ശരി ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചതാര്? ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ, സ്വാമി വിവേകാനന്ദൻ. അപ്പം വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്തത്, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് സാധുജന പരിപാലന സംഘം? അപ്പോൾ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് KP കറുപ്പൻ, കുമാര ഗുരുദേവൻ, അയ്യങ്കാളി. അപ്പോൾ സാധുജന പരിപാലന സംഘം ആരാണ്? അയ്യങ്കാളിയാണല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അയ്യങ്കാളി. അടുത്ത ചോദ്യം വരുന്നത്, മുസീരീസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏതെന്നാണ്. അപ്പം ചേരമാൻ ജുമാ മസ്ജിദ്, പാലിയം കോവിലകം, സഹോദരൻ അയ്യപ്പൻ ഭവനം, സെന്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. അപ്പോൾ ഇതിൽ മുസീരീസുമായിട്ട് ബന്ധപ്പെടാത്തത് സെന്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്തത്, താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത്? AV കുട്ടിമാളുവമ്മ, T സുനന്ദാമ്മ, അക്കാമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ. അപ്പോൾ ഇതിൽ AV കുട്ടിമാളുവമ്മ ഒക്കെ മലബാറിലെ വലിയ പ്രവർത്തകയായിരുന്നു. അക്കാമ്മ ചെറിയാനും ആനി മസ്ക്രീനും പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. ഓപ്ഷൻ ബി ആണ്, T സുനന്ദാമ്മയാണ് പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത് കേട്ടോ. അടുത്തത്, തിരുവിതാംകൂർ കലാപത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വാഴ്ത്തപ്പെട്ട വിളംബരം തിരിച്ചറിയുക. 1042 ജന്മി വിളംബരം, 1071 ജന്മി കുടിയാൻ നിയന്ത്രണങ്ങൾ, 1040 പട്ടം വിളംബരം, 1080 സെറ്റിൽമെന്റ് വിളംബരം. ഈ പട്ടം വിളംബരമാണ് നമ്മുടെ പണ്ടാരപ്പാട്ട വിളംബരമായിട്ട് അറിയപ്പെടുന്നത്. അപ്പം ഓപ്ഷൻ സി ആണ് 1040 പട്ടം വിളംബരം അഥവാ പണ്ടാരപ്പാട്ട വിളംബരമാണ് മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? അൽഫോൺസോ ഡി ആൽബുക്കർക്ക് മിക്സഡ് കോളനികളുടെ നയം, അഡ്മിറൽ വാൻ റീഡ്, ഫ്രഞ്ച് അഡ്മിറൽ, ഡോക്ടർ അലക്സാണ്ടർ ഓം, ഹോർത്തൂസ് മലബാരിക്കസ്, മാഹേ ലേബർ ഡോണൈസ്, വേണാട് ഉടമ്പടി. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് അൽഫോൺസോ ഡി ആൽബുക്കർക്ക് മിക്സഡ് കോളനികളുടെ നയം എന്ന് പറയുന്നൊരു ആ ഒരു ഓപ്ഷൻ മാത്രമാണ് അല്ലേ. ഇനി ഹോർത്തൂസ് മലബാരിക്കസ് ആരാണ്? അഡ്മിറൽ വാൻ റീഡ് ആണ് ഹോർത്തൂസ് മലബാരിക്കസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉത്തരം ഓപ്ഷൻ എ 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 1, കുളച്ചിൽ യുദ്ധം നടന്നത് 1748 അപ്പോൾ അത് തെറ്റാണല്ലേ. 1741 കുളച്ചിൽ യുദ്ധം നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്.
ഇനി കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു. ആണോ? അല്ലല്ലേ. ആദ്യമായിട്ട് എത്തിയത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അടുത്തത് ഡച്ച് ഗവർണർ ആയിരുന്ന വാൻ റീഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. അപ്പം അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഇതിൽ ശരിയായിട്ട് വരുന്നത് 2ഉം 4ഉം ആണ്. ഓപ്ഷൻ ബി 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് കാലക്രമം അനുസരിച്ച് എഴുതുക. പശ്ചിമോദയം, രാജസമാചാരം, പശ്ചിമതാരക, കേരളമിത്രം. പിന്നെ അതുപോലെ അതിനെ പല ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം ഏതാ വരിക അറിയോ? ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ആദ്യം രാജസമാചാരം, പിന്നെ പശ്ചിമോദയം, പിന്നെ പശ്ചിമതാരക, കേരളമിത്രം. ഇതിന്റെ വർഷം വരുന്നത് രാജസമാചാരം 1847 ജൂണിലും, പശ്ചിമോദയം 1847 ഒക്ടോബറിലും, പശ്ചിമതാരകം 1864ലും, കേരളമിത്രം 1881ലുമാണ്. അപ്പം സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക. 1. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു. അപ്പം അത് ശരിയായിട്ടുള്ള ഒരു ഉത്തരമാണ്. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആത്മവിദ്യാ സംഘവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 2. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു. അത് തെറ്റാണ് അല്ലേ. ആത്മവിദ്യാ സംഘം ആരുമായി ബന്ധപ്പെട്ടതാ? വാഗ്ഭടാനന്ദനാണ്, ബ്രഹ്മാനന്ദ ശിവയോഗി അല്ല. അടുത്തത് അഭിനവ കേരളം മുഖപത്രം തുടങ്ങി. അത് ശരിയാണ്. ക്ഷേത്രപ്രതിഷ്ഠകളെ പ്രോത്സാഹിപ്പിച്ചു. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ഷേത്രപ്രതിഷ്ഠകളെയൊക്കെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ശരിയായിട്ട് ഉത്തരം വരുന്നത് 1ഉം 3ഉം ആണ്. അതിൽ ഓപ്ഷൻ എ ആണ് വരുന്നത്. 1ഉം 3ഉം ശരി എന്നുള്ളതാണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. അടുത്തത് സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി 1ാം EMS സർക്കാരിന്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. താഴെ പറയുന്നവരിൽ ആരായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ? സി അച്യുതമേനോൻ, കെ കരുണാകരൻ, ആർ ശങ്കർ. ഇവരാരുമല്ല. അപ്പം ആ സമയത്ത് റവന്യൂ മിനിസ്റ്റർ ആയിരുന്ന KR ഗൗരിയമ്മയായിരുന്നു അതിന്റെ അധ്യക്ഷൻ. അപ്പം ഇവരാരുമല്ല എന്നുള്ളതാണ് ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. ഉത്തരം KR ഗൗരിയമ്മയാണ് കേട്ടോ ശരിക്കും വരുന്നത്. ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മളോട് തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയല്ലാത്തവ: 1. ആര്യ സമാജം സ്ഥാപിച്ചു. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. 2. ബ്രഹ്മ സമാജം സ്ഥാപിച്ചു. അതാരാണ്? രാജാറാം മോഹൻ റോയ് ആണ്, ദയാനന്ദ സരസ്വതി അല്ല. അപ്പോൾ 2 തെറ്റാണ്. ഇനി ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചു. അത് ശരിയാണ്. 1875 ബോംബെയിൽ ജനിച്ചു. ആണോ? അല്ലല്ലേ. അത് തെറ്റാണ്. 1875 ബോംബെയിൽ ആര്യ സമാജം സ്ഥാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ തെറ്റായിട്ട് വരുന്നത് 2ഉം 4ഉം ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഈ ഓപ്ഷൻസ് ആക്ച്വലി തെറ്റാണ്. 2ഉം 4ഉം എന്നൊരു ഓപ്ഷൻ ഇതിലില്ല. അപ്പം ഇതിൽ 2ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. ഇപ്പം ഇവിടെ 1 എന്തായാലും ശരിയാണെന്ന് അറിയാം. ഇതിൽ 4 ഓപ്ഷനിൽ 1 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഓപ്ഷൻസ് തെറ്റാണ്. അത് നമ്മൾ നോക്കണ്ട. 2ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ കേട്ടോ. അടുത്തത് കുളച്ചിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആര്? കുഞ്ഞാലി മരക്കാറ്, പാലിയത്തച്ഛൻ, സാമൂതിരി, മാർത്താണ്ഡവർമ്മ. നമുക്കറിയാം മാർത്താണ്ഡവർമ്മയാണ് കുളച്ചിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പെടാത്തത് നമുക്ക് നോക്കാം. ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ, അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, നാലാഗമങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ, വേദാധികാര നിരൂപണം, അരുൾനൂറ്. അപ്പൊ ഇതിലേതാണ്? അഭിനവ കേരളവും ആത്മവിദ്യാ കാഹളവും ആരുടെയാണ്? വാഗ്ഭടാനന്ദന്റെയാണ് അല്ലെ. അതുപോലെ വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെയും, അരുൾനൂറ് വൈകുണ്ഠ സ്വാമികളുടെയാണ്. അപ്പോൾ 2ഉം 4ഉം ആണ് പെടാത്തത്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് കേട്ടോ. 2ഉം 4ഉം. അടുത്തത് ക്യാപ്റ്റൻ ഡിലനായി ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആറ്റിങ്ങൽ കലാപം, ചാന്നാർ കലാപം, 1ാം പഴശ്ശി കലാപം, കുളച്ചിൽ യുദ്ധം. അത് ഒബ്വിയസ് ആയിട്ടുള്ള ആൻസർ ആണ്. കുളച്ചിൽ യുദ്ധമാണ്. ഓപ്ഷൻ ഡി. ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. 1. 1947 തൃശ്ശൂരിൽ വെച്ച് കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. അത് ശരിയാണല്ലേ. ഇനി 1949 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജനം ഐക്യ കേരളത്തിന്റെ ആദ്യപടിയായി കണക്കാക്കപ്പെട്ടു. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സർദാർ കെ എം പണിക്കർ അധ്യക്ഷനായി ഒരു സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപീകൃതമായി. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ? ഫസിൽ അലി അല്ലേ അധ്യക്ഷനായിരുന്നത്? ഇദ്ദേഹം ഒരു മെമ്പർ മാത്രമായിരുന്നു. അപ്പോൾ 3rd സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫസിൽ അലിയാണ് അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്. 4. 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വന്നു. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിൽ 3 മാത്രമാണ് തെറ്റുള്ളത്. നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ ബിയും സിയും ഡിയും തെറ്റാണ്. എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. അടുത്തത് find out the incorrect statement about Pandit Karpan. A. Acharabhushanam was written by Pandit Karpan.
Karpan organized the Cochin Pulaya Mahasabha in 1913. The King of Travancore honored him with the title Kavi Tilakam. In 1925, Pandit Karpan was nominated to the Cochin Legislative Council. അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? കവി തിലകം അല്ലെ? കവി തിലകം കൊടുത്തത് ആരാ? കിങ് ഓഫ് ട്രാവൻകൂർ അല്ല, കിങ് ഓഫ് കൊച്ചിൻ ആണ് കവി തിലകം കൊടുത്തത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം? കൊച്ചി, തിരുവിതാംകൂർ, മലബാർ, കൊല്ലം. ഓപ്ഷൻ സി മലബാർ ആണ് ശരി ഉത്തരം വരുന്നത്. അടുത്തത്, വൈകുണ്ഠ സ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാധുജന പരിപാലന യോഗം, അരയ സമാജം, സഹോദര പ്രസ്ഥാനം, സമത്വ സമാജം. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, സമത്വ സമാജം. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ച നേതാവ് ആര്? ടി കെ മാധവൻ, മന്നത്ത് പത്മനാഭൻ, കെ കേളപ്പൻ, എ കെ ഗോപാലൻ. സവർണജാഥ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, മന്നത്ത് പത്മനാഭനാണ് അതിന്റെ ഉത്തരം വരുന്നത്. ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ശ്രീരംഗപട്ടണം സന്ധി, മലബാർ സന്ധി, പണ്ടാരപ്പാട്ട വിളംബരം, ഇതൊന്നുമല്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. അടുത്ത ചോദ്യം, 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീമൂലം തിരുനാൾ, ആയില്യം തിരുനാൾ, സ്വാതി തിരുനാൾ, ശ്രീ ചിത്തിര തിരുനാൾ, ബാലരാമവർമ്മ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ശരി ഉത്തരം. ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? മന്നത്ത് പത്മനാഭൻ, എ കെ ഗോപാലൻ, ഗാന്ധിജി, ടി കെ മാധവൻ. അതും എല്ലാവർക്കും അറിയുന്നതാണ്. ഓപ്ഷൻ സി ഗാന്ധിജിയാണ് ശരി ഉത്തരം വരുന്നത്. രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ലോർഡ് കേഴ്സൺ, ലോർഡ് വേവൽ, ലോർഡ് റിപ്പൺ, ലോർഡ് ഡഫറിൻ. അത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ലോർഡ് കേഴ്സൺ ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ്? ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മാതൃഭൂമി വാസ് സ്റ്റാർട്ടഡ് ഫ്രം എറണാകുളം ഇൻ 1923. അപ്പോൾ അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മാതൃഭൂമി എറണാകുളത്തല്ല, കാലിക്കറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നസ്രാണി ദീപിക വാസ് സ്റ്റാർട്ടഡ് ഇൻ 1887. ശരിയാണ്, കോട്ടയത്തെ മാന്നാനത്താണ് നസ്രാണി ദീപിക സ്റ്റാർട്ട് ചെയ്തത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്റ്റാർട്ടഡ് അല്ലമീൻ. അപ്പോൾ അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ, ഓൺലി 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, ഹൂ എമംഗ് ദ ഫോളോയിങ് പേഴ്സൺസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്ട്രഗിൾ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇൻ ട്രാവൻകൂർ? അപ്പം തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയിട്ട് ആരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു പ്രൊട്ടസ്റ്റിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ വി കുട്ടിമാളു അമ്മ, ആനി മസ്കരിൻ, മിസസ് ഗ്രേസി ആരൻ. അപ്പോൾ ഇതിൽ ആരാണ്? ആനി മസ്കരിൻ മാത്രമാണ് ട്രാവൻകൂറിൽ പ്രൊട്ടസ്റ്റർ ആയിട്ടുള്ളത്. എ വി കുട്ടിമാളു അമ്മയും ഗ്രേസി ആരനും മലബാറിലാണ്. മിസസ് ഗ്രേസി ആരൻ ആക്ച്വലി അവിടുത്തെ ഉപ്പ് സത്യാഗ്രഹത്തിൽ, മലബാറിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതിൽ ഓൺലി 2 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ആനി മസ്കരിൻ മാത്രമാണ് വരുന്നത്. അടുത്തത്, മാച്ച് ദ ഫോളോയിങ്. എം വി കൃഷ്ണവാര്യർ, പി കുഞ്ഞിരാമൻ നായർ, എം പി അപ്പൻ. ഇവിടെ ഓപ്പോസിറ്റ് തന്നിരിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം, ഗാമയുടെ കപ്പൽ, സ്വതന്ത്ര ഭാരതം. അപ്പോൾ ഇതിൽ ശരിയായിട്ട് വരുന്നത് എം വി കൃഷ്ണവാര്യർ സ്വതന്ത്ര ഭാരതമാണ്. എം വി കൃഷ്ണവാര്യർ സ്വതന്ത്ര ഭാരതം, അതുപോലെ പി കുഞ്ഞിരാമൻ നായർ ഗാമയുടെ കപ്പൽ, എം പി അപ്പൻ ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 1 3 2 തന്നെ 3 1 അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ദ ഇയർ ഓഫ് എബോളിഷൻ ഓഫ് സ്ലേവറി ഇൻ മലബാർ വാസ് 1843. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മലബാറിലെ അടിമത്തം നിരോധിച്ചത് 1843 അടുത്തത്, ആയില്യം തിരുനാൾ ഇഷ്യൂഡ് പ്രൊക്ലമേഷൻ എബോളിഷിംഗ് സ്ലേവറി ഇൻ ട്രാവൻകൂർ. അത് ശരിയാണോ? അല്ലല്ലേ, തെറ്റാണ്. ആയില്യം തിരുനാളല്ല, ഉത്രം തിരുനാളാണ് അവിടെ അടിമത്തം നിരോധിച്ചത്. അടിമ കച്ചവടം 1812 നിരോധിച്ചത് റാണി ലക്ഷ്മിബായി ആയിരുന്നു. ഇനി തേർഡ്, ക്രിസ്ത്യൻ മിഷണറീസ് ഗേവ് റെപ്രസെൻറ്റേഷൻ ടു ട്രാവൻകൂർ മഹാരാജ ഇൻ 1847 ഫോർ ദ എൻറ്റയർ എമാൻസിപ്പേഷൻ ഓഫ് സ്ലേവ്സ് ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ 1 and 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ്? അപ്പോൾ തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹ വാസ് സ്റ്റാർട്ടഡ് ടു ഗെറ്റ് ദ ഗുരുവായൂർ ടെമ്പിൾ ഓപ്പൺ ടു ഓൾ ഹിന്ദുസ്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ശരിയാണ്. ദ മെമ്പേഴ്സ് ഓഫ് സവർണ ജാഥ സബ്മിറ്റഡ് ദെയർ ഡിമാൻഡ് ബിഫോർ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അപ്പം അത് ഒരു ബന്ധമില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി, ഗാന്ധിജി ഹെയിൽ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഇൻ ട്രാവൻകൂർ ആസ് മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ്. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1 3 ആണ് കറക്റ്റ്. നോട്ട് കറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ്, ഓൺലി 2 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. കേരളവർമ്മ വലിയ കോയിൽ തമ്പുരാൻ, എ ആർ രാജരാജവർമ്മ, കുമാരനാശാൻ,
ഇപ്പുറത്ത് ഭാഷാഭൂഷണം, ശ്രീബുദ്ധചരിതം, മയൂര സന്ദേശം. അപ്പം ഇതിൽ കറക്റ്റായിട്ട് വരുന്നത് കേരളവർമ്മ വലിയ കോയിൽ തമ്പുരാൻ മയൂര സന്ദേശമാണ്. അതുപോലെ AR രാജരാജവർമ്മ ഭാഷാഭൂഷണാണ്. കുമാരൻ ആശാൻ ശ്രീബുദ്ധചരിതമാണ് വരുന്നത്. അപ്പം അങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്ഷൻ A ആണ് 132132. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓർ ആർ കറക്റ്റ്? അപ്പം ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. അദ്വൈത ചിന്താ പദ്ധതി വാസ് റിട്ടൺ ബൈ ശ്രീനാരായണ ഗുരു. വാഗ്ബടാനന്ദ പ്രോപ്പിക്കേറ്റഡ് നിർഗുണോപാസന. ചട്ടമ്പി സ്വാമികൾ റോഡ് ജാതി മീമാംസ. അപ്പം നിർഗുണോപാസന വാഗ്ബടാനന്ദനാണ്, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മറ്റേത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അദ്വൈത ചിന്താ പദ്ധതി ചട്ടമ്പി സ്വാമികളുടെയും അതുപോലെ ജാതി മീമാംസ ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. അപ്പം ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 2 മാത്രമാണ്. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ, ഓൺലി B. അടുത്തത്, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? സഹോദരൻ അയ്യപ്പൻ പണ്ഡിറ്റ്. ഇത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. സിവിക് റൈറ്റ്സ് ലീഗ്, ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്, വൈക്കം സത്യാഗ്രഹ. ഇപ്പുറത്ത് അക്കാമ ചെറിയാൻ, KP കേശവ മേനോൻ, EJ ജോൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സിവിക് റൈറ്റ്സ് ലീഗ് EJ ജോൺ ആണ്. അതുപോലെ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് അക്കാമ ചെറിയാനായിട്ട് റിലേറ്റഡ് ആണ്. വൈക്കം സത്യാഗ്രഹ KP കേശവ മേനോൻ. അപ്പോൾ നമ്മുടെ ആൻസർ 312 ആണ് വരിക. 312 ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത്, താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത്. കുണ്ടറ വിളംബരം 1809, കുളച്ചിൽ യുദ്ധം 1741, ആറ്റിങ്ങൽ കലാപം 1721, കുറിച്യ കലാപം 1810. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് കുറിച്യ കലാപമാണ് അല്ലെ. 1812 കുറിച്യ കലാപം നടക്കുന്നത്. അടുത്ത ചോദ്യം, വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക എന്നുള്ളതാണ്. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. അത് തെറ്റാണ്. അദ്ദേഹം ജനിച്ചത് കന്യാകുമാരിയിലാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെട്ടു. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അരുൾ നൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ 2, 3, 4 ശരിയാണ്. ഓപ്ഷൻ B ആണ് ശരിയുത്തരം വരുന്നത്. അടുത്തത്, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കലാപം നടന്നത് 1812 ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. ആണോ? അല്ല. രാമനമ്പി ഈ കലാപത്തിന് നേതൃത്വം വഹിച്ച ആളാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. അപ്പം അതും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മൾ പറഞ്ഞു രാമനമ്പി ഇതിന്റെ നേതാവാണ്. അപ്പൊ അവിടെ തന്നെ നമുക്കറിയാം പാലിത്തച്ഛനല്ല, രാമനമ്പിയാണ് കലാപത്തിന്റെ നേതാവായിരുന്നത്. അപ്പം 3 തെറ്റാണ്. 4, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത് 2ഉം 3ഉം ആണ്. ഓപ്ഷൻ C 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? അപ്പോൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. അതും ശരിയാണ്. പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് താനൂരിലായിരുന്നു. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. താനൂരിലല്ല, കോഴിക്കോടായിരുന്നു പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ A ആണ്. 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. അടുത്തത്, താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏതാണ്? ദൈവദശകം, വേദാധികാര നിരൂപണം, നവമഞ്ജരി, ദർശനമാല. അപ്പം നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാവുന്നതാണ്. ഓപ്ഷൻ B വേദാധികാര നിരൂപണമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്തത് കേട്ടോ. അടുത്ത ചോദ്യം, കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 1812 കുറിച്യ ലഹള ഉണ്ടായത്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വയനാട് ജില്ലയിലെ കുറിച്യ കുമ്പാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. അപ്പം കുറിച്യരുണ്ട്, കുമ്പാരരാണോ കൂടെ ഉണ്ടായിരുന്നത്? അല്ലല്ലോ, കുറുമ്പ്ര വിഭാഗമാണ്. അപ്പൊ കുറിച്യ കുറുമ്പ്ര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയായിരുന്നു. അപ്പം അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പം ഇതിൽ 2 തെറ്റുള്ളത്. 1, 3, 4 കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ C ആണ് 1, 3, 4. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക സംഘമിത്ര, ക്രൈസ്തവ മഹിളാമണി, കേരളീയ സുഗുണബോധിനി, മേരി റാണി. അപ്പം ഇതിൽ കേരളീയ സുഗുണബോധിനിയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. 1887 തിരുവനന്തപുരത്താണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. 1887 ഇത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു?
ഓപ്ഷൻ ഇ 5 കറക്റ്റ് ആൻസർ വരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ എന്നിവയാണ് ആ 5 ജില്ലകൾ. അടുത്തത്, കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? കുമാരഗുരുദേവൻ, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ട വർഷം 1841, 1851, 1861, 1871. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് 1861. 1861 മാർച്ച് 12 ബേപ്പൂരിൽ നിന്നും തിരൂരിലേക്ക് ആദ്യത്തെ ട്രെയിൻ സർവീസ് നടത്തുന്നത് കേട്ടോ. ഇനി പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഗാന്ധിജി, ബാരിസ്റ്റർ ടി പ്രകാശൻ, ജവഹർലാൽ നെഹ്റു, കെ കേളപ്പൻ. അപ്പം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണ് ശരി ഉത്തരം വരുന്നത്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത്. പുന്നപ്ര വയലാർ സമരം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, കീഴരിയൂർ ബോംബ് കേസ്. അപ്പം 53 ഓപ്ഷൻ ഡി ആണ്, കീഴരിയൂർ ബോംബ് കേസ് ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? ടി കെ മാധവൻ, എ കെ ഗോപാലൻ, മന്നത്ത് പത്മനാഭൻ, പി കൃഷ്ണപിള്ള. അപ്പം ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ടി കെ മാധവൻ ആണ് ഉത്തരം വരുന്നത്. 1817 ഗൗരി പാർവതിഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം, മരുമക്കത്തായത്തിനെതിരായ നിയമങ്ങൾ, ഏകീകൃതമായ ശിക്ഷാവിധികൾ, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. അപ്പം ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? അപ്പോൾ യോഗക്ഷേമ സഭ രൂപീകരിച്ചത് മന്നത്ത് പത്മനാഭൻ, വി ടി ഭട്ടതിരിപ്പാട്, വൈകുണ്ഠ സ്വാമികൾ, വാഗ്ഭടാനന്ദൻ. ഇതിൽ ആരാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, വി ടി ഭട്ടതിരിപ്പാട് കേട്ടോ. അടുത്തത്, 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? ഭരണപരിഷ്കരണം, കുടിയാന്മ പ്രശ്നം, ജനസംഖ്യാനുപാത സംവരണം, ഖിലാഫത്ത്. ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, ജനസംഖ്യാനുപാത സംവരണമാണ് അതിൽ ഉൾപ്പെടാത്ത വിഷയം. അടുത്ത ചോദ്യം, മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്, അർണോസ് പാതിരി, ബെഞ്ചമിൻ ബെയ്ലി, ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. അപ്പോൾ ഇതിൽ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇനി ആദ്യമായിട്ട് മലയാള ഭാഷയിൽ ഒരു നിഘണ്ടു അച്ചടിച്ചത് ബെഞ്ചമിൻ ബെയ്ലി ആണ് വരുന്നത് കേട്ടോ. തയ്യാറാക്കിയതാണ് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉത്തരം ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് വരുന്നത്. അടുത്തത്, 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്? പഴശ്ശിരാജ, പാലിയത്തച്ഛൻ, വേലുത്തമ്പി ദളവ, മാർത്താണ്ഡവർമ്മ. നമുക്കറിയാം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, വേലുത്തമ്പി ദളവ. അടുത്തത്, 1859 ജെയിംസ് ടാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ആലപ്പുഴ, കൊല്ലം, വർക്കല ഇവയൊന്നുമല്ല. ആലപ്പുഴയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1921, 1924, 1930, 1931. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. താഴെ പറയുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതി അല്ലെങ്കിൽ കൃതികളല്ലാത്തത് ഏത്? ആത്മോപദേശ ശതകം, ആദിഭാഷ, പ്രാചീന മലയാളം, അഭിനവ കേരളം. അപ്പോൾ ഇതിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികളല്ലാത്തത് ഏതൊക്കെയാണ്? ആത്മോപദേശ ശതകവും അതുപോലെ തന്നെ അഭിനവ കേരളവും ആണ് അല്ലെ. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെയും അതുപോലെ തന്നെ അഭിനവ കേരളം വാഗ്ഭടാനന്ദൻ്റെ ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ഏത്? ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി, 1903 SNDP സ്ഥാപിച്ചു, മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു, സംഘടന കൊണ്ട് ശക്തരാവാൻ ആഹ്വാനം ചെയ്തു. അപ്പോൾ ഇതിൽ ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ. അപ്പോൾ അതാണ് ഉത്തരം വരുന്നത്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര്? അക്കാമ ചെറിയാൻ, കുട്ടിമാളു അമ്മ, ക്യാപ്റ്റൻ ലക്ഷ്മി, ആനി മസ്ക്രീൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ക്യാപ്റ്റൻ ലക്ഷ്മി. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? വൈലോപ്പിള്ളി ശ്രീധര മേനോൻ, വള്ളത്തോൾ നാരായണ മേനോൻ, കുമാരനാശൻ, കുഞ്ചൻ നമ്പ്യാർ. അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വള്ളത്തോൾ നാരായണ മേനോനാണ്. അടുത്തത്, സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ ആര്? ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ, അയ്യങ്കാളി, കുമാരഗുരുക്കൾ. അപ്പം നമുക്കറിയാം ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികളാണ് കറക്റ്റ് ആൻസർ വരുന്നത്. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആര്? രാമകൃഷ്ണപിള്ള, കെ പി കേശവ മേനോൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വി ടി ഭട്ടതിരിപ്പാട്. അപ്പോൾ ഇത് പലതവണയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇതിന്റെ എഡിറ്റർ ആയിരുന്നു രാമകൃഷ്ണപിള്ള കേട്ടോ. 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണം? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്,
നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. അപ്പോൾ ഇത് മൂന്നും ശരിയായിട്ടുള്ള കാരണങ്ങളാണല്ലേ. അപ്പം അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. 1, 2, 3 ശരി. അടുത്തത് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല: കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്, തിരുവനന്തപുരം. അപ്പോൾ ഇതിൽ ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം: വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, അമരാവതി സത്യാഗ്രഹം, ബർദോളി സത്യാഗ്രഹം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം, വൈക്കം സത്യാഗ്രഹം. കേരളത്തിലെ ആദ്യ രാജാവായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത്: വേനാട്, നെടുമ്പുറൈനാട്, കോലത്തുനാട്, ഏറനാട്. ഉത്തരം സി ആണ്, കോലത്തുനാട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം, കുളച്ചിൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് ഏതാ? ആറ്റിങ്ങൽ കലാപമാണ് അല്ലേ. 1721 വരുന്നത്. പിന്നെ മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം 1729. പിന്നെ വരുന്നത് കുളച്ചിൽ യുദ്ധമാണ് 1741. പിന്നെയാണ് ശ്രീരംഗപട്ടണം ട്രീറ്റി വരുന്നത്. ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. അപ്പോൾ അതിൻ്റെ ഓർഡർ വരിക 3, 1, 2, 4 എന്നാണ്. അത് ഓപ്ഷൻ സി ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക: ആത്മവിദ്യാസംഘം വൈകുണ്ഠസ്വാമികൾ, അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാരഗുരുദേവൻ, യോഗക്ഷേമ സഭ അയ്യങ്കാളി. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ആത്മവിദ്യാസംഘം അല്ലെ. ആത്മവിദ്യാസംഘം ആരാണ്? വാഗ്ഭടാനന്ദനാണ്. അതുപോലെ യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടാണ്. അപ്പൊ അത് രണ്ടുമാണ് ഇവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻസ്. അപ്പം 1ഉം 4ഉം വരുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? ആത്മോപദേശ ശതകം, ആദിഭാഷ, പ്രാചീന മലയാളം ആദിഭാഷ, വേദാധികാര നിരൂപണം, അഖിലത്തിരുട്ട്. അപ്പൊ ഇതിൽ ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിന്റെ ആണ്. അതുപോലെ അഖിലത്തിരുട്ട് വൈകുണ്ഠസ്വാമികളുടെ ആണ്. അപ്പൊ ഇതിൽ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്തത് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു, ആനി ബസന്റ്, KP കേശവ മേനോൻ, മൊയ്തു മൗലവി. അപ്പം അതിൽ 1916 പാലക്കാട് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ അധ്യക്ഷത ആനി ബസന്റ് ആണ് വഹിച്ചിരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ആനി ബസന്റ്. താഴെ പറയുന്നവയിൽ ഏതാണ് ജർമ്മൻ മിഷണറി ഹെർമൻ ഗുണ്ടോട്ട് എഴുതിയ പുസ്തകം അല്ലാത്തത്? കേരള സമാചാരം, കേരള പഴമ, കേരളോൽപ്പത്തി, മലയാള ഭാഷാ വ്യാകരണം. അപ്പൊ ഇതിൽ കേരള സമാചാരമാണ് അദ്ദേഹം എഴുതിയ പുസ്തകം അല്ലാത്തത്. അടുത്തത് 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? റാൽഫ് ഫിച്ച്, ക്യാപ്റ്റൻ റുഡോൾഫ്, ക്യാപ്റ്റൻ വില്യം കീലിംഗ്, അഡ്മിറൽ നെൽസൺ. അപ്പൊ ഇതിൽ ക്യാപ്റ്റൻ വില്യം കീലിംഗ് ആണ് 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ കേട്ടോ. തിരുവിതാംകൂറിലെ ഊരൂട്ടമ്പലം പ്രതിഷേധം നയിച്ചത്: ശ്രീനാരായണ ഗുരു, മഹാത്മാ അയ്യങ്കാളി, ഡോക്ടർ പൽപ്പു, സഹോദരൻ അയ്യപ്പൻ. അപ്പം ഓപ്ഷൻ ബി മഹാത്മാ അയ്യങ്കാളിയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. കേരളത്തിലെ ഇമ്മാനുവൽ കോട്ടയും സെന്റ് തോമസ് കോട്ടയും പണികഴിപ്പിച്ചത്: ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, പോർച്ചുഗീസുകാർ, ഇംഗ്ലീഷുകാർ. പോർച്ചുഗീസുകാരാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഉദയംപേരൂർ സുന്നഹദോസ്, ആറ്റിങ്ങൽ കലാപം, കുറിച്യ കലാപം, കുളച്ചിൽ യുദ്ധം. നമുക്കറിയാം കുളച്ചിൽ യുദ്ധമാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്നത്. അപ്പം കുളച്ചിൽ യുദ്ധമാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? ഹിതകരണി സമാജം വീരേശലിംഗം, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ, ആര്യ സമാജം സ്വാമി വിവേകാനന്ദൻ. അപ്പൊ ഇതിൽ നമുക്കറിയാം ആര്യ സമാജം ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്, വിവേകാനന്ദൻ അല്ല. അപ്പൊ ഇതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. ശരിയായിട്ടുള്ളത് 1ഉം 2ഉം ആണ്. ഒന്നാമത്തേതും രണ്ടാമത്തേതും ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Question: choose the correct chronological order of the events given below. Temple Entry Proclamation, പാലിയം സത്യാഗ്രഹ, വൈക്കം സത്യാഗ്രഹ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് വൈക്കം സത്യാഗ്രഹ ആണ് 1924. പിന്നെ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ 1936. പിന്നെ പാലിയം സത്യാഗ്രഹ 1947-48 ആ ഒരു കാലഘട്ടത്തിൽ. അപ്പം 312 ആണ് വരുന്നത്. 312 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ശ്രീനാരായണ ഗുരു? ശ്രീനാരായണ ഗുരു കോൺസെൻട്രേറ്റഡ് എ ലാമ്പ് ഇൻ കാരമുക്ക് ആണ് കേട്ടോ, കാവമുക്ക് അല്ല, കാരമുക്ക് ടെമ്പിൾ ഇൻ തൃശ്ശൂർ. അത് കറക്റ്റ് ആൻസർ ആണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തത് അറ്റ് മുരിക്കുമ്പുഴ ഗുരു കോൺസെൻട്രേറ്റഡ് എ ശിവ ഐഡൽ. അപ്പോൾ ഒരു ശിവപ്രതിഷ്ഠയല്ല മുരിക്കുമ്പുഴയിൽ നടത്തിയിരിക്കുന്നത്. അവിടെ സത്യം, ധർമ്മം, ദയ, ശാന്തി എന്ന് ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തേർഡ് വൺ അറ്റ് കലവൻകോട് ടെമ്പിൾ ഗുരു കോൺസെൻട്രേറ്റഡ് എ മിറർ. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ 1ഉം 3 ആണ് ശരി, 2 തെറ്റാണ്.
അപ്പം ബി ആണ്, ഓൺലി 1 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അടുത്തത് എമംഗ് ദ പെയേഴ്സ് ഗിവൺ ബിലോ വിച്ച് ആർ കറക്റ്റ്ലി മാച്ച്ഡ്. ഇതിൽ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി കറക്റ്റ് ആണ്. വൈകുണ്ഠ സ്വാമികൾ അരുൾനൂൽ അതും കറക്റ്റ് ആണ്. സഹോദരൻ അയ്യപ്പൻ സുജന നന്ദിനി അത് തെറ്റായിട്ടുള്ള ഒരു പെയറാണ്. സുജന നന്ദിനിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് പറവൂർ കേശവനാണ്, സഹോദരൻ അയ്യപ്പനല്ല, പറവൂർ കേശവനാണ്. അപ്പോൾ ഇവിടെ 1 and 2 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1 and 2 ഓൺലി ആണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. 2. ഇ.വി. രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. 3. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിഭായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. 4. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. അപ്പൊ ഇതിൽ 1, 2, 3 ശരിയാണ്. 4 ശരിയല്ല അല്ലെ? എന്തുകൊണ്ടാണ്? ക്ഷേത്രപ്രവേശനമായിരുന്നില്ല, ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള വഴിയിലൂടെ നടക്കാൻ ഉള്ള അനുവാദമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. അപ്പം 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. അടുത്തത് താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? അരുൾനൂല്, ആദിഭാഷ, വേദാധികാര നിരൂപണം, നവമഞ്ജരി. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, നവമഞ്ജരി. അടുത്ത ചോദ്യം 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? 1. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതാണ് കലാപത്തിനിടയാക്കിയത്. 2. രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്. കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. 4. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. അപ്പൊ ഇതിൽ ശരിയായിട്ട് വരുന്നത് 1ഉം 4ഉം ആണ് അല്ലെ? അപ്പം ഓപ്ഷൻ 1, 4 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ശ്രീമൂലം തിരുനാൾ, മാർത്താണ്ഡവർമ്മ, ശക്തൻ തമ്പുരാൻ, ധർമ്മരാജ. അപ്പൊ ഇതിൽ ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മയാണ് ശരി ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? എ. ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം, ബി. ചട്ടമ്പി സ്വാമികൾ അഖിലത്തിരുട്ട്, സി. വൈകുണ്ഠ സ്വാമികൾ ദർശനമാല, ഡി. പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള ഒരൊറ്റ ജോഡിയുള്ളൂ, ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. ഇതിൽ ദർശനമാല ശ്രീനാരായണ ഗുരുവിന്റെ ആണ്, അഖിലത്തിരുട്ട് വൈകുണ്ഠ സ്വാമികളുടെയാണ്, പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെയാണ് കേട്ടോ. അടുത്ത ചോദ്യം വി ടി ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം? രജനീരംഗം, വെടിവെട്ടം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കാലത്തിന്റെ സാക്ഷി. അപ്പൊ ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുത്ത ചോദ്യം മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്നാണ്? സ്വാമി വിവേകാനന്ദൻ, സ്വാമി ദയാനന്ദ സരസ്വതി, വാഗ്ഭടാനന്ദൻ, ശ്രീനാരായണ ഗുരു. അപ്പൊ ഇതിലും കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു ആണ് കേട്ടോ. അടുത്ത ചോദ്യം തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി? ആനി മസ്ക്രീൻ, അമ്മാളു അമ്മ, സരോജിനി നായിഡു, അക്കാമ ചെറിയാൻ. അപ്പൊ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, അക്കാമ ചെറിയാൻ ആണ് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത്. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ? കീഴരിയൂർ ബോംബ് കേസ്, പുന്നപ്ര വയലാർ സമരം, ആറ്റിങ്ങൽ കലാപം, മൊറാഴ സംഭവം. അപ്പൊ ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, കീഴരിയൂർ ബോംബ് കേസിനാണ് ഡോക്ടർ കെ ബി മേനോൻ നേതൃത്വം കൊടുത്തത്. അടുത്ത ചോദ്യം തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്ന്? 1956 നവംബർ 1, 1949 ജൂലൈ 1, 1949 ജനുവരി 12, 1948 ജൂലൈ 28. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1949 ജൂലൈ 1 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത ചോദ്യം കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? വാഗ്ഭടാനന്ദൻ, കൂറുളി ചേകോൻ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കൂറുളി ചേകോനാണ് കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. അടുത്ത ചോദ്യം ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? അയ്യക്കാളി എന്നാണിത് തെറ്റാണ്, അയ്യങ്കാളി എന്നാണ് കേട്ടോ. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി, തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി, പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. അപ്പം ഇതിൽ നമുക്കറിയാം കണ്ണാടി പ്രതിഷ്ഠ, അയ്യങ്കാളി എവിടെയും പ്രതിഷ്ഠയൊന്നും നടത്തിയിട്ടില്ല അല്ലെ? അപ്പം 2 ആണ് തെറ്റായിട്ടുള്ളത്, ഓപ്ഷൻ എ 2 മാത്രമാണ് ഇതിൽ ശരി ഉത്തരം. അടുത്ത ചോദ്യം ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി തിരുവനന്തപുരം ആണ് കേട്ടോ.
അടുത്തത് അയ്യങ്കാളി ജനിച്ചത് എന്ന്. 1863 ജൂലൈ 28, 1863 സെപ്റ്റംബർ 28, 1863 ജൂൺ 28, 1863 ഓഗസ്റ്റ് 28. അപ്പൊ അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിച്ചത്. ഇനി EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വൈക്കം, ചാവക്കാട്, കോഴഞ്ചേരി, പള്ളിപ്പുറം. അപ്പൊ അത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ആൻസർ ആണ്. വൈക്കമാണ് EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? VT ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, മഹാദേവ ഗോവിന്ദ റാനഡെ, വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, മഹാദേവ ഗോവിന്ദ റാനഡെ. ബാക്കി 3 പേരും കേരളത്തിലെ നവോത്ഥാന നായകരായിരുന്നു അല്ലെ. അടുത്ത ചോദ്യം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? അപ്പൊ ഇത് വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു PPT കഴിയുമ്പോഴേക്കും തന്നെ നമ്മളിത് ബൈഹാർട്ട് ആക്കിയിട്ടുണ്ടാവും. അപ്പം വൈകുണ്ഠ സ്വാമികൾ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം ആരാണ്? വാഗ്ഭടാനന്ദനാണ് കേട്ടോ. അത് അത്രയും റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. അടുത്ത ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? KM പണിക്കർ, VP മേനോൻ, KP കേശവ മേനോൻ, K മാധവൻ നായർ. അപ്പൊ ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെയാണ് ഫസൽ അലി കമ്മീഷൻ എന്നും കൂടെ പറയും. അതിൽ മെമ്പർ ആയിരുന്ന ആളാണ് KM പണിക്കർ. ഓപ്ഷൻ ഇ ആണ് ശരിയുത്തരം വരുന്നത്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എന്റെ ജീവിതകഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഓപ്ഷൻസ് EMS നമ്പൂതിരിപ്പാട്, TK മാധവൻ, AK ഗോപാലൻ, K രാമകൃഷ്ണപിള്ള. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് AK ഗോപാലൻ ആണ്. AK ഗോപാലന്റെ ആത്മകഥയാണ് എന്റെ ജീവിതകഥ എന്ന് പറയുന്നത്. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര്? NV കൃഷ്ണവാര്യർ, MT വാസുദേവൻ, K അയ്യപ്പൻ, ചേറ്റൂർ ശങ്കരൻ നായർ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ചേറ്റൂർ ശങ്കരൻ നായർ ആണ്. അടുത്ത ചോദ്യം, ഫത്തഹദൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിക്കുന്നത്. കവി ഖാസി മുഹമ്മദ് എഴുതി. ശരിയാണല്ലേ. 2, സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. അപ്പം രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശം അതിലുണ്ട്, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കേരളത്തിലെ ജാതി വ്യവസ്ഥ വിവരിക്കുന്നു. ജാതി വ്യവസ്ഥയെ പറ്റി അധികം അതിൽ പറയുന്നില്ല. അതിൽ പോർച്ചുഗീസുകാർക്കെതിരായിട്ടുള്ള ജിഹാദിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ 3rd സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതുപോലെ 17-ാം നൂറ്റാണ്ടിൽ എഴുതിയ കാവ്യം, അതും തെറ്റാണ്. 16-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു കാവ്യം എഴുതിയിട്ടുള്ളത്. അപ്പം നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് 1ഉം 2ഉം ആണ്. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം? വൈക്കം, വടകര, കൊച്ചി, മഞ്ചേരി. ഓപ്ഷൻ ബി വടകരയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്? ഡോക്ടർ പൽപ്പു, മൊയ്തു മൗലവി, അയ്യത്താൻ ഗോപാലൻ, K കേളപ്പൻ. അപ്പൊ ഇതിൽ ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്നത് അയ്യത്താൻ ഗോപാലൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, ഗുരുവായൂർ സത്യാഗ്രഹം, മലയാളി മെമ്മോറിയൽ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, മലയാളി മെമ്മോറിയൽ ആണ്. അടുത്ത ചോദ്യം, കൊച്ചി രാജപ്രജാ മണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആരാണ്? അപ്പൊ ഇതിൽ ആരാണ് കൊച്ചി രാജപ്രജാ മണ്ഡലത്തിന്റെ നേതാക്കൾ അല്ലാത്തത് എന്നാണ് ചോദ്യം. പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, ഇക്കണ്ട വാര്യർ, ഷൺമുഖം ചെട്ടി, S നീലകണ്ഠ അയ്യർ. അപ്പൊ ഇതിൽ ഷൺമുഖം ചെട്ടിയാണ് കൊച്ചി രാജപ്രജാ മണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്ത ആള്. അടുത്തത്, കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിലൊരെണ്ണം താഴെ പറയുന്നു ഏതാണ് അതെന്നാണ് ചോദിക്കുന്നത്. കുന്നത്തൂര്, അഗസ്തീശ്വരം, മാവേലിക്കര, ചിറയൻകീഴ്. അപ്പം അഗസ്തീശ്വരാണ് ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് തുടങ്ങിയ 4 താലൂക്കുകളാണ് ആ സമയത്ത് വിട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ അഗസ്തീശ്വരാണ് ഇവിടെ തന്നിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്തേ അല്ലെ. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം വരുന്നത്. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം,
വി.ടി. ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, കുമാരഗുരുദേവൻ സമത്വ സമാജം, പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ അരയ സമാജം. അപ്പൊ ഇതിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ സി ആണ് അല്ലെ. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ്, കുമാരഗുരുദേവൻ അല്ല. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റുത്തരായിട്ട് വന്നിരിക്കുന്നത്. ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1924, 1931, 1936, 1921. അപ്പൊ ഇതിൽ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് അല്ലെ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. അടുത്ത ചോദ്യം, അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്? കൊല്ലം, കോട്ടയം, ആലപ്പുഴ, തിരുവനന്തപുരം. അപ്പൊ അയ്യങ്കാളി ജനിച്ച ജില്ല ഓപ്ഷൻ ഡി ആണ്, തിരുവനന്തപുരമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത്, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ? മൺറോ, വെല്ലസ്ലി, ഗിഫോർഡ്, കനോലി. അപ്പൊ ഇതില് ഗിഫോർഡ് ആണ് ഉത്തരം കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? 4, 1, 2, 5. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 5 ആണ്. 5ാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ഡോക്ടർ പൽപ്പു, അയ്യങ്കാളി പണ്ഡിറ്റ് കറുപ്പൻ, ജി.പി. പിള്ള, സി കൃഷ്ണൻ, ചട്ടമ്പി സ്വാമി, വാഗ്ഭടാനന്ദൻ. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഡോക്ടർ പൽപ്പു അതുപോലെ അയ്യൻകാളിയാണ് ഒരേ വർഷം ജനിച്ച രണ്ടുപേര്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏത്? മൊറാഴ സമരം, കയ്യൂർ സമരം, കരിവള്ളൂർ, പുന്നപ്ര വയലാർ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കയ്യൂർ സമരമാണ് കേട്ടോ. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആര്? എ.വി. കുട്ടിമാളു അമ്മ, ആനി മസ്ക്രീൻ, അക്കമ്മ ചെറിയാൻ. ഇവരാരുമല്ല. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, എ.വി. കുട്ടിമാളു അമ്മ. ഇതും റിപ്പീറ്റഡ് ആയിട്ട് പലതവണ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. മലബാറിൽ നേതൃത്വം നൽകിയ വനിത എ.വി. കുട്ടിമാളു അമ്മ കേട്ടോ. അടുത്ത ചോദ്യം, പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ആര്? കുമാരഗുരുദേവൻ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ചട്ടമ്പി സ്വാമികൾ, പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത്. അടുത്തത്, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആര്? കേരളവർമ്മ പഴശ്ശിരാജ, മാർത്താണ്ഡവർമ്മ, സർദാർ കെ.എം. പണിക്കർ, വില്യം ലോഗൻ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സർദാർ കെ.എം. പണിക്കരാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? 1.25 കോടി മലയാളികൾ, ഭാഷാ കേരളം, നവകേരള ശില്പികൾ. ഇവയൊന്നുമല്ല. അപ്പൊ ഇതില് EMSന്റെ 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ച തെന്മല കൊല്ലം ജില്ലയിലാണ്. രണ്ടാമത്തത്, വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ നീര പ്ലാന്റ് 2015 കൈപ്പുഴയിൽ ആരംഭിച്ചു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം ആദ്യമായി അരങ്ങേറിയത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ്. അപ്പൊ ഇതിലെ ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ 2 ഉള്ളത്. പിന്നെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം പാരിപ്പള്ളിയിലല്ല, ചവറയിലാണ് ആദ്യമായിട്ട് അരങ്ങേറിയത്. അപ്പം ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത്? 1863, 1865, 1875, 1872. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1865 ശരി ഉത്തരം. താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക. സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. 1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചു. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ഓപ്ഷൻസ് P.K. ഭാവ, P.K. ചാത്തൻ മാസ്റ്റർ, അയ്യത്താൻ ഗോപാലൻ. ഇവരാരുമല്ല. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അയ്യത്താൻ ഗോപാലൻ. അടുത്ത ചോദ്യം, കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. അപ്പൊ 4 ഇവന്റ്സ് ആണ് തന്നിരിക്കുന്നത്. കുളച്ചിൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം സന്ധി, കുണ്ടറ വിളംബരം. അപ്പൊ ഇതിൽ ഏതാണ് ആദ്യം വരുന്നത്? ആറ്റിങ്ങൽ കലാപമാണ് 1721 സംഭവിക്കുന്നത്. പിന്നെ കുളച്ചിൽ യുദ്ധം 1741. പിന്നെ ശ്രീരംഗപട്ടണം സന്ധിയാണല്ലേ വരുന്നത് 1792.
പിന്നെ അവസാനം കുണ്ടറ വിളംബരം 1809 കുണ്ടറ വിളംബരം നടക്കുന്നത്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 1, 3, 4 എന്നുള്ളതാണ് കറക്റ്റ് ഓർഡർ വരുന്നത്. താഴെ പറയുന്നവരിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? ടി കെ മാധവൻ, കെ പി കേശവ മേനോൻ, മന്നത്തു പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി വി കുഞ്ഞിരാമൻ. അപ്പം ഇതിൽ ഇവരെല്ലാവരും വൈക്കം സത്യാഗ്രഹത്തിലെ നേതാക്കളായിരുന്നു. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, മുകളിൽ പറഞ്ഞവരെല്ലാം. അടുത്ത ചോദ്യം, കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? 1903 ശ്രീനാരായണ ഗുരുവിന്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ചു. 1905 ഡോക്ടർ പൽപ്പു ആണ് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത്. 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായി. 1914 മന്നത്തു പത്മനാഭനാണ് NSS സ്ഥാപിച്ചത്. ഇതിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ബി ആണ്. സാധുജന പരിപാലന സഭ അയ്യങ്കാളിയാണ് സ്ഥാപിച്ചത് അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഭീമാപ്പള്ളി, കൊടുങ്ങല്ലൂര്, മലപ്പുറം, കോഴിക്കോട്. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കൊടുങ്ങല്ലൂരാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏത്? ദേശാഭിമാനി, മാതൃഭൂമി, കേസരി, സ്വദേശാഭിമാനി. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, സ്വദേശാഭിമാനി. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആര്? ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ, തൈക്കാട് അയ്യാവു, അയ്യാ വൈകുണ്ഠ സ്വാമികൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അയ്യാ വൈകുണ്ഠ സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം. അപ്പൊ ഇതിൽ ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിന്റെയാണ്. അതൊഴികെയുള്ള ബാക്കി 3 ചട്ടമ്പി സ്വാമികളുടെയാണ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1, 2, 3 എന്നിവ. 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. പൊടവര കുഞ്ഞമ്പു നായർ, കോയിത്താറ്റിൽ ചിരുകണ്ഠൻ, ചൂരിക്കാടൻ കൃഷ്ണൻ നായർ, പള്ളിക്കൽ അബൂബക്കർ. അപ്പൊ ഇതില് കുഞ്ഞമ്പു നായരും ചിരുകണ്ഠനും അബൂബക്കറും തൂക്കിലേറ്റപ്പെട്ടവരാണ്. ചൂരിക്കാടൻ കൃഷ്ണൻ നായർ ഈ കൂട്ടത്തിലുള്ളതല്ല. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1, 2, 4. തൃശൂർ പൂരം ആരംഭിച്ച രാജാവ് ആരാണ്? കോഴിക്കോട് സാമൂതിരി, മാർത്താണ്ഡവർമ്മ, ശക്തൻ തമ്പുരാൻ, കേരളവർമ്മ മഹാരാജാവ്. അപ്പൊ ഓപ്ഷൻ സി ആണ്, ശക്തൻ തമ്പുരാനാണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചവറയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യ കേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു, ശരിയാണ്. അതുപോലെ സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു, അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചു, അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. വേദാധികാര നിരൂപണം ചാവറ കുര്യാക്കോസ് അച്ഛന്റെ അല്ല. അപ്പം 1ഉം 2ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 1956 നവംബർ 1 കേരള സംസ്ഥാന രൂപീകരണത്തിന് നേരിട്ട് കാരണമായ സംഭവം ഏതാണ്? 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ ആക്ട്, 1956 സംസ്ഥാന പുനഃസംഘടനാ ആക്ട്, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, 1858 റോയൽ ടൈറ്റിൽസ് ആക്ട്. അപ്പൊ ഇതിലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1956 സംസ്ഥാന പുനഃസംഘടനാ ആക്ട് ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യ EMS മന്ത്രിസഭ അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബിൽ കാര്യമായ വിവാദങ്ങൾക്ക് കാരണമായി. അതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? സൗജന്യ സാങ്കേതിക വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് ഒരു പഠന മാധ്യമമായി അവതരിപ്പിക്കുന്നത്, മുതിർന്നവരുടെ സാക്ഷരതാ പരിപാടികൾ, സ്വകാര്യ എയ്ഡഡ് സ്കൂളുകളുടെ മേൽ സർക്കാർ നിയന്ത്രണം. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്വകാര്യ എയ്ഡഡ് സ്കൂളുകളുടെ മേൽ സർക്കാർ നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ പ്രാഥമിക ലക്ഷ്യമായിരുന്നത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അയ്യങ്കാളി. 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഏത് തിരുവിതാംകൂറിലെ മഹാരാജാവാണ്? തിരുവിതാംകൂറിലെ ഏത് മഹാരാജാവാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, സ്വാതി തിരുനാൾ മാർത്താണ്ഡവർമ്മ, രാമവർമ്മ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 1795 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും
തിരുവിതാംകൂറും തമ്മിൽ ഒപ്പുവെച്ച ഏത് ഉടമ്പടിയാണ് തിരുവിതാംകൂറിന്റെ സാമ്പത്തിക സ്വയംഭരണത്തെ സാരമായി ബാധിച്ചത്? മംഗലാപുരം ഉടമ്പടി, ശ്രീരംഗപട്ടണം ഉടമ്പടി, മാവേലിക്കര ഉടമ്പടി, കൊച്ചി ഉടമ്പടി. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാ? ഓപ്ഷൻ സി ആണ്, മാവേലിക്കര ഉടമ്പടിയാണ് കറക്റ്റ് ആൻസർ. നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? ഭൂപരിഷ്കരണം, നിയമനിർമ്മാണ സഭയിലെ പ്രാതിനിധ്യം, ക്ഷേത്രപ്രവേശനം, വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നിയമനിർമ്മാണ സഭയിലെ പ്രാതിനിധ്യം. അടുത്ത ചോദ്യം, കേരളത്തിൽ മതാന്തര സംവാദവും സാമൂഹിക പരിഷ്കരണവും പ്രോത്സാഹിപ്പിച്ച ഒരു സുപ്രധാന സംഭവമായ 1924 ആലുവ മതസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, സ്വാമി സത്യവ്രതൻ, സ്വാമി ബോധാനന്ദ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ശ്രീനാരായണ ഗുരു. കേരളത്തിലെ തൊട്ടുകൂടായ്മയുടെ വിഷയം മഹാത്മാഗാന്ധിയുടെ നേരിട്ടുള്ള ശ്രദ്ധയിൽപ്പെടുത്താൻ ടി.കെ. മാധവന് കഴിഞ്ഞത് ഏതു പ്രത്യേക പരിപാടിയിലൂടെയോ യോഗത്തിലൂടെയോ ആണ്? ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനങ്ങൾ, തിരുവിതാംകൂർ നിയമസഭയുടെ ഉദ്ഘാടനം, അഖിലേന്ത്യാ ഹരിജൻ സേവക് സംഘത്തിന്റെ സ്ഥാപനം, 1923 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാക്കിനഡ സമ്മേളനം. അപ്പൊ ഇതിൽ 1923 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാക്കിനഡ സമ്മേളനമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അവിടെ വെച്ചിട്ടാണ് തൊട്ടുകൂടായ്മയുടെ വിഷയത്തെ പറ്റിയിട്ട് ടി.കെ. മാധവൻ പ്രമേയം അവതരിപ്പിച്ചത്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ, വാഗ്ബടാനന്ദൻ, വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ. അപ്പൊ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ഓപ്ഷൻ ബി വാഗ്ബടാനന്ദൻ ആണ് ശരി ഉത്തരം വരുന്നത്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ ആയിരുന്നു. 1884 ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോന്റെ പത്രാധിപത്യത്തിൽ വടകരയിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച പത്രമായിരുന്നു കേരള കേസരി. അപ്പൊ ഇതിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ശരിയാണ്, ഓപ്ഷൻ ബി തെറ്റാണ് അല്ലെ. കേരള കേസരി തുടങ്ങിയത് ആരായിരുന്നു? എ ബാലകൃഷ്ണപിള്ളയാണ്. അപ്പൊ ബി തെറ്റാണ്. പ്രസ്താവന എ ശരിയാണ്, ബി ശരിയല്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വീണ്ടും പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണന്മാർക്കിടയിൽ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമായി ആരംഭിച്ച യോഗക്ഷേമ സഭ നിലവിൽ വന്നത് 1908 തൃശൂരിൽ വെച്ച് ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ഓപ്ഷൻ സി പ്രസ്താവന എയും ബിയും ശരിയാണെന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏതെല്ലാം? 1498 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തി. 1500 പെദ്രോ അൽവാരിസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ രണ്ടാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. 1502 വാസ്കോഡ ഗാമ രണ്ടാം തവണ കേരളത്തിലെത്തി. പോർച്ചുഗീസുകാർ കേരളം വിടുന്നതുവരെ കോലത്തിരിമാരുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയുള്ളതുമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ ഈ 4 സ്റ്റേറ്റ്മെന്റ്സ് നോക്കുമ്പോൾ ഇത് 4ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ തന്നിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പം ഇതിൽ ഓപ്ഷൻ ഡി ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത്? ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, പോർച്ചുഗീസുകാർ. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഡച്ചുകാരെയാണ് പരാജയപ്പെടുത്തിയത്. താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളുടെയും രചയിതാക്കളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. അപ്പൊ നമുക്കിത് നോക്കാം. ഇവിടെ ഹോർത്തൂസ് മലബാരിക്കസ് ആണ്. അപ്പൊ ഈ സൈഡില് വാൻറീഡ് ആണ് വരിക അല്ലെ. ഹോർത്തൂസ് മലബാരിക്കസ് വാൻറീഡ് ആണ്. അതുപോലെ മാമാങ്കം കിളിപ്പാട്ട് കാടഞ്ചേരി നമ്പൂതിരിയാണ് വരിക. പെരുമാൾ തിരുമൊഴി കുലശേഖര ആൾവാറാണ്. തുഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് വരുന്നത്. അപ്പൊ ഇത് വരുന്ന ഓപ്ഷൻ A3, B1, C4, D2. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാടിന്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ P.K. ചാത്തൻ മാസ്റ്റർ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. ആണോ? അല്ല. P.K. ചാത്തൻ മാസ്റ്റർ എന്തായിരുന്നു? തദ്ദേശ സ്വയംഭരണമായിരുന്നു. അപ്പൊ അത് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. K.R. ഗൗരി ആയിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രി. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. K.P. ഗോപാലൻ തദ്ദേശ സ്വയംഭരണ വകുപ്പായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് വ്യവസായ വകുപ്പ് മന്ത്രി ആയിരുന്നു K.P. ഗോപാലൻ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടേക്കാണ്. അപ്പൊ K.P. ഗോപാലൻ വ്യവസായ വകുപ്പും P.K. ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു കേട്ടോ. അപ്പൊ കറക്റ്റ് ആൻസർ വരിക 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ സി ആണ്.
കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർ ചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഈ ചുമർ ചിത്രത്തിലെ വിഷയം എന്താണ്? രാമായണം, കീചകവധം, ഗജേന്ദ്രമോക്ഷം, ഗീതോപദേശം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഗജേന്ദ്രമോക്ഷാണ്. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനത്തിന് മുൻകൈ എടുത്ത മലയാള കവി ആരാണ്? ഇതും വളരെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. KC കേശവപിള്ള, വെൺമണി മഹൻ, മച്ചാട്ട് ഇളയത്, വള്ളത്തോള്. ഓപ്ഷൻ ഡി ആണ് വള്ളത്തോള്. 1847 ജൂൺ മാസത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം പിറവിയെടുത്തത്. പത്രത്തിന്റെ പേര് തിരിച്ചറിയുക. രാജ്യസമാചാരം, പശ്ചിമോദയം, പശ്ചിമതാരക, ജ്ഞാനനിക്ഷേപം. ഓപ്ഷൻ എ രാജ്യസമാചാരമാണ് കറക്റ്റ് ആൻസർ വരുന്നത്. കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ട് നാടകം എന്നറിയപ്പെടുന്ന ചവിട്ട് നാടകം ഏതാണ്? അല്ലേഷു നാടകം, പ്ലമേന ചരിതം, കാർൽമാൻസ് ചരിതം, ജനോവ നാടകം. അപ്പൊ ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, കാർൽമാൻസ് ചരിതമാണ് വരുന്നത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏത്? വിമോചന സമരം, സവർണ ജാഥ, സത്യാഗ്രഹം, പന്തിഭോജനം. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് സവർണ ജാഥയാണ്, ഓപ്ഷൻ ബി. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? 1957 രൂപീകരിച്ച ഭരണപരിഷ്കാര സമിതിയുടെ അധ്യക്ഷനായിരുന്നു ശ്രീ EMS നമ്പൂതിരിപ്പാട്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കേരളത്തിലെ തദ്ദേശ ഭരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള മാറ്റങ്ങൾ പഠിക്കുന്നതിനും ശുപാർശ ചെയ്യുന്നതിനുമായി 1996 K ശശിധരൻ നായർ കമ്മീഷൻ രൂപീകരിച്ചു. അത് ശരിയാണോ? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. SB സെൻ കമ്മിറ്റിയാണ് 1996 രൂപീകരിച്ചത്. K ശശിധരൻ കമ്മിറ്റി ഈ അടുത്ത് EWS റിസർവേഷന് വേണ്ടിയിട്ടുള്ള അതിന്റെ കാര്യങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് രൂപീകരിച്ചത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ്, സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക LSGs എന്ന ലക്ഷ്യത്തോടെ 1996 ഓഗസ്റ്റ് 17 പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ആരംഭിച്ചു. അപ്പൊ അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ 1 and 3 ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? അയ്യപ്പൻ മാർത്താണ്ഡപിള്ള, രാജാ കേശവദാസൻ, പാലിയത്ത് കോമിയച്ചൻ, ഇവരാരുമല്ല. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, രാജാ കേശവദാസ് ആണ്. അടുത്ത ചോദ്യം, കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിസ്സഹകരണ പ്രസ്ഥാനം, ഖിലാഫത്ത് പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് കീഴരിയൂർ ബോംബ് കേസ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. 1930കളിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. വള്ളത്തോൾ നാരായണ മേനോന്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ഇത് രണ്ടും ശരിയാണ്. ഓപ്ഷൻ സി ആണ് വരിക. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. അടുത്ത ചോദ്യം, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പൊ ഇതിൽ തെറ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ കണ്ണൂർ ജില്ലയിൽ മൊറാഴ സമരം നടന്നത് 1940 സെപ്റ്റംബർ 15 അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കയ്യൂർ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് 1941 മാർച്ച് 28 അപ്പൊ അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത 4 പേര് തൂക്കിക്കൊന്നത് 1943 മാർച്ച് 28 അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 28 മാർച്ച് 29 അവരെ തൂക്കിലേറ്റിയത്. അടുത്തത്, പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 അപ്പൊ അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? മാർത്താണ്ഡവർമ്മ, ആയില്യം തിരുനാൾ, അനിഴം തിരുനാൾ, വിശാഖം തിരുനാൾ. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആയില്യം തിരുനാൾ. കേരളത്തിൽ ഏതു ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? ക്ഷേത്രപ്രവേശന വിളംബരം, ഗുരുവായൂർ സത്യാഗ്രഹം, കയ്യൂർ സമരം, വൈക്കം സത്യാഗ്രഹം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വൈക്കം സത്യാഗ്രഹം. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? തൃപ്പടിദാനം, ഇറയിളി, പതിവ് കണക്ക്, പണ്ടാരം വക. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ഇറയിളി. കൊളോണിയൽ ഭരണത്തിന് കീഴിൽ ബ്രിട്ടൻ മലബാറിൽ നടപ്പാക്കിയ പരിഷ്കാരങ്ങളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1, കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സുഗന്ധ വിളത്തോട്ടം ആരംഭിച്ചു. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 2, കോഴിക്കോട്, കണ്ണൂർ, തലശ്ശേരി, മലപ്പുറം എന്നീ നഗരസഭകൾ ആരംഭിച്ചു. അപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയതായിട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്.
ഇനി 3, മലപ്പുറം നിലമ്പൂരിൽ തേക്ക് തോട്ടം നിർമ്മിച്ചു. കനോലി പ്ലോട്ടിന്റെ കാര്യമൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1 and 3. താഴെ കാണിച്ചിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1865 തിരുവനന്തപുരം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു. മഹാരാജാസ് കോളേജ് തിരുവനന്തപുരത്ത് നമ്മൾ വായിച്ചിട്ടില്ല, അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് തോന്നുന്നില്ല. ഇനി 2, 1875 എറണാകുളം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ 1937 തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ചു. അപ്പൊ അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ 2ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1809 കുണ്ടറ വിളംബരം നടത്തി. അത് വേലുത്തമ്പി ദളവയാണ് അല്ലെ, മാർത്താണ്ഡവർമ്മയല്ല. അപ്പൊ അത് തെറ്റാണ്. ഇനി 1741 കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അത് ശരിയാണ്. തൃപ്പടിദാനം നടത്തിയ രാജാവാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1721 ആറ്റിങ്ങൽ കലാപം നയിച്ച രാജാവാണ്. അപ്പൊ അതും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് 2ഉം 3ഉം ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം. അപ്പൊ ബ്രിട്ടീഷുകാരുടെ ഡയറക്ട് റൂള് ഉണ്ടായിരുന്നത് ഏത് പ്രദേശത്താണെന്നാണ്? കൊച്ചി, കൊല്ലം, തിരുവിതാംകൂർ, മലബാർ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, മലബാർ ആണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1847 ഹെർമൻ ഗുണ്ടട്ട് ആദ്യത്തെ മലയാള പത്രം രാജസമാചാരം ആരംഭിച്ചു. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മലയാളത്തിലെ രണ്ടാമത്തെ പത്രം പശ്ചിമോദയം ഹെർമൻ ഗുണ്ടട്ട് 1847 ആരംഭിച്ചു. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 3, ഹെർമൻ ഗുണ്ടട്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റിയിൽ അംഗമായിരുന്നു. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ എവിടെയും പറയുന്നില്ല. ഹെർമൻ ഗുണ്ടട്ട് ലണ്ടൻ മിഷണറി സൊസൈറ്റിയിൽ അംഗമായിരുന്നില്ല. അപ്പോൾ 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? നാലാപ്പാട്ട് നാരായണ മേനോനും മുകുന്ദരാജയും ചേർന്ന് 1930 കേരള കലാമണ്ഡലം തൃശൂർ ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥാപിച്ചു. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നാലാപ്പാട്ട് നാരായണ മേനോൻ അല്ലേ, വള്ളത്തോളാണ് അവിടെ അതിന് നേതൃത്വം നൽകിയത്. ഇനി 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വംശനാശത്തിന്റെ വക്കിലെത്തിയ കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം തുടങ്ങിയ കലകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പ്രശസ്തമാണ് കേരള കലാമണ്ഡലം. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കേരള കലാമണ്ഡലത്തെ 2006 ഇന്ത്യ ഗവൺമെന്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയായി പ്രഖ്യാപിച്ചു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി മലബാർ മുസ്ലിം മഹാസഭ രൂപീകരിച്ചു. അപ്പൊ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മലബാർ അല്ല, തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയാണ് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത്. അപ്പം 1 തെറ്റാണ്. ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ്. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നത് കെ രാമകൃഷ്ണപിള്ളയാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ 2ഉം 3ഉം ആണ് ശരി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വീണ്ടും മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? എസ്.കെ. പൊറ്റക്കാട്, EMS ശങ്കരൻ നമ്പൂതിരിപ്പാട്, VS അച്യുതാനന്ദൻ, ഉറൂബ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? 1663 കൊച്ചി പിടിച്ചെടുത്തു, മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചു, കാർട്ടസ് സമ്പ്രദായം ഏർപ്പെടുത്തി, ബിജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തു. അപ്പൊ ഇതില് എ ആണ്. 1663 കൊച്ചി പിടിച്ചെടുത്തത് ഡച്ചുകാരാണ്, പോർച്ചുഗീസുകാരല്ല. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം? KA മുഹമ്മദ്, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, AK മേനോൻ, KA മാധവ മേനോൻ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് KA മുഹമ്മദ് ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതുക. കുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭ, വൈകുണ്ഠ സ്വാമികൾ ആത്മവിദ്യാസംഘം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, അയ്യങ്കാളി സമത്വ സമാജം. അപ്പൊ ഇതിൽ ശരിയല്ലാത്തത് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വൈകുണ്ഠ സ്വാമികൾ ആത്മവിദ്യാസംഘം അല്ല അല്ലെ. ആത്മവിദ്യാസംഘം ആരാണ്? വാഗ്ബടാനന്ദനാണ്. അപ്പൊ അതുപോലെ തന്നെ സമത്വ സമാജം അത് വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ 1ഉം 2ഉം 4ഉം ആണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏത്?
വക്കം, ഇല്ലിക്കുന്ന്, ചെറുതുരുത്തി, കോഴിക്കോട്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇല്ലിക്കുന്നാണ് ആൻസർ വരുന്നത്. ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, പോർച്ചുഗീസുകാർ. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഡച്ചുകാർ. അടുത്ത ചോദ്യം, 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി താഴെ പറയുന്നവരിൽ ആരായിരുന്നു? കെ കരുണാകരൻ, സി അച്യുതമേനോൻ, പി കെ വാസുദേവൻ നായർ, ഇ കെ നായനാർ. അപ്പം അടിയന്തരാവസ്ഥ കാലത്ത് ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സി അച്യുതമേനോൻ ആയിരുന്നു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് കാർഷിക ഘടനയിൽ മാറ്റം വരുത്തുന്നതിൽ വിജയിച്ചെങ്കിലും ആനുപാതികമായ ഗ്രാമീണ വ്യവസായവൽക്കരണമോ തൊഴിൽ വളർച്ചയോ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടതിന്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ഭൂപരിഷ്കരണങ്ങൾ നിയമപരമായി ദുർബലമായിരുന്നു. ശരിയായ നിർവഹണ സംവിധാനങ്ങളെ അത് തകർത്തു. ഭൂമിയുടെ പുനർവിതരണം തരിശുഭൂമി ആയതും കൃഷി ചെയ്യാൻ യോഗ്യമല്ലാത്തതുമായ ഭൂമിയിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. ഭൂപരിഷ്കരണങ്ങൾ അസാന്നിധ്യ ഭൂവുടമസ്ഥതയെ ഇല്ലാതാക്കി, പക്ഷേ ദീർഘകാല ഗ്രാമീണ സാമ്പത്തിക തന്ത്രവുമായി സംയോജിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഗ്രാമങ്ങളിലെ ഉയർന്ന സാക്ഷരതാ നിരക്ക് വലിയ തോതിലുള്ള കുടിയേറ്റത്തിന് കാരണമായി. ഇത് പ്രാദേശിക വികസനം അസാധ്യമാക്കി. അപ്പൊ ഇവിടെ എന്താണ്, ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റ് ജനറേഷനോ വേണ്ടിയിട്ട് ഈ ഒരു ഭൂപരിഷ്കരണം, ലാൻഡ് റിഫോംസ് എങ്ങനെയാണ് ഒരു ഫെയിലിയർ ആയത് ആ ഒരു ടേംസിൽ നോക്കുകയാണെങ്കിൽ എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമ്മുടെ ഒരു കുറച്ചും കൂടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഭൂപരിഷ്കരണങ്ങൾ അസാന്നിധ്യ ഭൂവുടമസ്ഥതയെ ഇല്ലാതാക്കി, ആബ്സെന്റി ലാൻഡ് ലോഡിസം ഇല്ലാതാക്കി, പക്ഷെ ദീർഘകാല ഗ്രാമീണ സാമ്പത്തിക തന്ത്രവുമായിട്ട് സംയോജിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി? ഒക്ടോബർ 12, 1936, നവംബർ 12, 1936, ഓഗസ്റ്റ് 12, 1936, ഡിസംബർ 12, 1936. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നവംബർ 12, 1936. അടുത്ത ചോദ്യം, കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഈഴവ ജനതയെ പ്രതിനിധീകരിച്ച് ആരംഭിച്ച കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? ടി കെ മാധവൻ, സി കൃഷ്ണൻ, കേസരി എ ബാലകൃഷ്ണപിള്ള, സി വി കുഞ്ഞുരാമൻ. അപ്പം കേരള കൗമുദിയുടെ ഫൗണ്ടർ ഓപ്ഷൻ ഡി ആണ്, സി വി കുഞ്ഞുരാമനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് മാച്ച്? അപ്പൊ ഇതിൽ മാച്ച് ആവാത്ത തെറ്റായിട്ടുള്ള പെയറാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബ്രഹ്മാനന്ദ ശിവയോഗി അദ്വൈത ചിന്താ പദ്ധതി, ശ്രീനാരായണ ഗുരു ദർശനമാല, ചട്ടമ്പി സ്വാമികൾ പ്രാചീന മലയാളം, വി ടി ഭട്ടതിരിപ്പാട് മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള ഏതൊക്കെയാണ്? അദ്വൈത ചിന്താ പദ്ധതി ചട്ടമ്പി സ്വാമികളുടെ ആണ് അല്ലെ, ബ്രഹ്മാനന്ദ ശിവയോഗികളുടെ അല്ല. അതുപോലെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം വി ടി ഭട്ടതിരിപ്പാടിന്റെ അല്ല. ആരുടെയാണ്? എം ആർ ഭട്ടതിരിപ്പാടിന്റെ ആണ്. അപ്പൊ അതും തെറ്റാണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 and 4 ഓൺലി. അടുത്ത ചോദ്യം, കേരളത്തിലേക്കുള്ള യൂറോപ്യന്മാരുടെ വരവിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1, മലബാർ തീരത്തെത്തി മാഹിയിൽ സ്ഥിര താമസമാക്കിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് ഫ്രഞ്ചുകാർ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിരുന്നു. എന്താന്ന് വെച്ചാൽ മലബാറിൽ ആദ്യം എത്തുന്നത് ആരാണ്? പോർച്ചുഗീസുകാർ തന്നെയാണ്. പക്ഷെ മാഹിയിൽ സ്ഥിരതാമസമാക്കിയ ആദ്യത്തെ യൂറോപ്യന്മാർ ഫ്രഞ്ചുകാരാണെന്നാണ് ഒരു കൺഫ്യൂഷൻ വന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ ഇരിക്കട്ടെ. അടുത്തത്, ഡച്ചുകാർ സമാഹരിച്ച് ആംസ്റ്റർഡാമിൽ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ 740-ലധികം സസ്യങ്ങളുടെ 12 വാല്യങ്ങളുള്ള ഒരു വിജ്ഞാന കോശമാണ് ഹോർത്തൂസ് മലബാരിക്കസ്. അപ്പൊ അത് നമുക്ക് ശരിയാണെന്ന് ഉറപ്പുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, വാസ്കോഡ ഗാമ 3 കപ്പലുകളുമായി ലിസ്ബണിൽ നിന്ന് കപ്പൽ കയറി 1498 കോഴിക്കോട് എത്തി. അപ്പൊ അതും നമുക്ക് ശരിയാണെന്ന് ഉറപ്പുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, മലബാറിലെ രാജാക്കന്മാർക്കെതിരെ പോരാടാൻ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു കപ്പലായിരുന്നു കാർത്തസ്. അപ്പൊ അത് തെറ്റാണ്. കാർത്തസ് എന്താണ്? മറ്റേ കപ്പലുകൾക്ക് കൊടുത്തിരുന്ന ഒരു പെർമിറ്റ്, ആ ഒരു സിസ്റ്റം ആയിരുന്നു കാർത്തസ്. അപ്പം അത് തെറ്റാ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് അനലൈസ് ചെയ്യുമ്പം ഇവിടെ 2ഉം 3ഉം മാത്രം എന്നുള്ളതാണ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നത്. കാരണം പിന്നെ ഫൈനൽ ആൻസർ കീ നോക്കിയപ്പോഴും അതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ബി ആണ് എന്ന് ഫൈനലൈസ് ചെയ്യാം. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 2 ലിസ്റ്റ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം അല്ലെ. ലിസ്റ്റ് 1 തിരുവിതാംകൂർ സൈന്യത്തിലെ വലിയ കപ്പിത്താൻ, പിന്നെ സർവാധികാരിക്കാർ, ഉണ്ണുനീല സന്ദേശം യാത്ര വിവരിക്കുന്നു, തൂഫത്തുൽ മുജാഹിദീൻ സമർപ്പിക്കുന്നു, കിഴക്കൻ പോർച്ചുഗലിന്റെ ആദ്യ വൈസ്രോയ്. ലിസ്റ്റ് 2 രാജാ കേശവദാസ്, ഫ്രാൻസിസ്കോ ഡി അൽമേഡ, ആലി ആദിൽ ഷാ, യൂസ്റ്റാച്ചിയസ് ഡിലനോയ്, ആദിത്യവർമ്മൻ. അപ്പൊ ഇതിൽ ആരാണ് മാച്ച് ചെയ്യാൻ പറ്റുക? തിരുവിതാംകൂർ സൈന്യത്തിലെ വലിയ കപ്പിത്താൻ ഡിലനോയി ആണ് അല്ലെ.
അതുപോലെ സർവാധികാരിക്കാര് രാജാ കേശവദാസ് ആണ്. ഉണ്ണുനീല സന്ദേശം യാത്ര വിവരിക്കുന്നു ആദിത്യവർമ്മനാണ് വരിക. തൂഫത്തുൽ മുജാഹിദ്ദീൻ സമർപ്പിക്കുന്നത് ആലി ആദിൽ ഷാക്കാണ്. അതുപോലെ കിഴക്കൻ പോർച്ചുഗലിന്റെ ആദ്യ വൈസ്രോയ് എന്ന് പറയുന്നത് ആരാണ്? ഫ്രാൻസിസ്കോ അൽമേഡയാണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. A4, B1, C5, D3, E2 അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. താഴെ പറയുന്നവയിൽ മൂഷകവംശ മഹാകാവ്യവുമായി ബന്ധപ്പെട്ട ശരി പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പൊ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഈ കൃതി 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു. ശ്രീകണ്ഠൻ എന്ന രാജാവിന്റെ കാലത്താണ് രചിക്കപ്പെട്ടത്. അതുലൻ എന്ന കവിയാണ് രചയിതാവ്. രാജതരംഗിണി എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് മുമ്പ് രചിക്കപ്പെട്ടതാണ് ഈ കൃതി. അപ്പോൾ ഇത് 4 സ്റ്റേറ്റ്മെന്റ്സും ഇതിനെ സംബന്ധിച്ച് ശരിയാണ്. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി എല്ലാം ശരിയാണെന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വാഗ്ഭടാനന്ദൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 3ഉം ആണ്. 2 തെറ്റാവാൻ കാരണം എന്താ? പ്രത്യക്ഷ രക്ഷാ ദേവസഭ കുമാര ഗുരുദേവനാണ്. അപ്പോൾ 1ഉം 3ഉം ഓപ്ഷൻ ബി ആണ് ശരി. പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട് രാജയ്ക്ക് നൽകിയത് കലാപ കാരണമായി. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പ്രരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വയനാട്ടിലെ കോൽക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി. അതും ശരിയാണ്. തിരുവിതാംകൂറിലെ രാജാവായിരുന്നു പഴശ്ശിരാജ. ആണോ? അല്ല, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ വരിക? 1, 2, 3 എന്നിവ മാത്രം ശരിയാണെന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ, കെ കേളപ്പൻ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, സഹോദരൻ അയ്യപ്പൻ. അപ്പൊ ഇതിൽ ആരാണ് കേരള ഗാന്ധി? ഓപ്ഷൻ ബി കെ കേളപ്പൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഐഡന്റിഫൈസ് ദ ഫോളോയിങ് വേർഡ്സ് റിലേറ്റഡ് ടു വിച്ച് ഡിനാസ്റ്റി? കോയിൽ അധികാരികൾ, 1000 ആൻഡ് 4 തളി. അപ്പൊ കോയിൽ അധികാരികൾ 1000 ആൻഡ് 4 തളി എന്ന് പറയുന്നത് ഏത് ഡിനാസ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് ചോദിക്കുന്നത്. ഐ ഡിനാസ്റ്റി, വേണ ഡൈനാസ്റ്റി, ഏഴുമല ഡൈനാസ്റ്റി, പെരുമാൾ ഡൈനാസ്റ്റി. അപ്പൊ ഈ വേർഡ്സ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ 4 ആണ്, പെരുമാൾ ഡിനാസ്റ്റി. അപ്പൊ സി ഓൺലി 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. സ്വരൂപങ്ങളും അതിന്റെ കീഴിലുള്ള നാട്ടുരാജ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ നാടാണ് ഏത് സ്വരൂപത്തിന്റെ കീഴിലാണെന്നാണ് ചോദിക്കുന്നത്. കോല സ്വരൂപം, നെടിയിരുപ്പ് സ്വരൂപം, പെരുമ്പടപ്പ് സ്വരൂപം, തൃപ്പാപ്പൂർ സ്വരൂപം. ഇവിടെ വേനാട്, കൊച്ചി, ഏറനാട്, കോലത്തുനാടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കോല സ്വരൂപം കോലത്തുനാടാണ് വരിക. നെടിയിരുപ്പ് സ്വരൂപം ഏറനാടാണ് വരിക. പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി, തൃപ്പാപ്പൂർ സ്വരൂപം വേനാട്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1D, 2C, 3B, 4A ആണ് വരുന്നത്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഫൗണ്ടേഴ്സ്? ആത്മവിദ്യാസംഘം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അരയ സമാജം, സമത്വ സമാജം. ഇവിടെ ഓപ്ഷൻസ് പണ്ഡിറ്റ് KP കറുപ്പൻ, വൈകുണ്ഠ സ്വാമികൾ, വാഗ്ഭടാനന്ദൻ, കുമാരഗുരുദേവൻ. അപ്പൊ ആത്മവിദ്യാസംഘം ആരാണ്? വാഗ്ഭടാനന്ദൻ ആണല്ലേ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാരഗുരുദേവൻ, അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ, സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? 1940, 1935, 1931, 1928. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 1931. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? അയ്യങ്കാളി, വൈകുണ്ഠ സ്വാമികൾ, കുമാരഗുരുദേവൻ, ശ്രീനാരായണ ഗുരു. അപ്പൊ ആരാണ് ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചതാര്? TK മാധവൻ, മന്നത്ത് പത്മനാഭൻ, K കേളപ്പൻ, AK ഗോപാലൻ. അപ്പം സവർണ ജാഥ സംഘടിപ്പിച്ചത് ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ ആണ് കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ? K കേളപ്പൻ, P കൃഷ്ണപിള്ള, AK ഗോപാലൻ, മന്നത്ത് പത്മനാഭൻ. അപ്പം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ ആയിരുന്നു. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ആധുനിക കാലത്തെ അത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? വൈക്കം സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്തത്, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്ന് അറിയപ്പെട്ടത് ആര്? അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, സ്വാമി വിവേകാനന്ദൻ.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ചട്ടമ്പി സ്വാമികളാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം? പഴശ്ശി കലാപം, മലബാർ കലാപം, കല്ലുമാല സമരം, ആറ്റിങ്ങൽ കലാപം. ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആറ്റിങ്ങൽ കലാപം. അടുത്ത ചോദ്യം, പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1. ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിൽ ജനിച്ചു. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം തിരുവല്ലയിലാണ് ജനിച്ചത്. 2. കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അത് ശരിയാണ്. ജ്ഞാനപീയൂഷം എന്ന പ്രാർത്ഥനാ പുസ്തകം മാന്നാനം പ്രസിൽ അച്ചടിച്ചിറക്കി. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ചാവറ അച്ഛനാണ് ചെയ്തിട്ടുള്ളത്. ഇനി 4ാമത് വരുന്നത്, അയിത്ത ജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് 2ഉം 4ഉം ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം, തെറ്റാണല്ലേ. 2. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, ശരിയാണ്. കുമാരഗുരുദേവൻ ആത്മവിദ്യാസംഘം, അതും തെറ്റാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ശരിയായിട്ടുള്ള പെയറാണ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് 2ഉം 4ഉം ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെ? അദ്വൈതാശ്രമം, ശിവഗിരി മഠം, ആനന്ദവല്ലീശ്വരി ക്ഷേത്രം, അരുവിപ്പുറം ക്ഷേത്രം. അപ്പോ ഇങ്ങനെ ഒരു ഇൻസ്ക്രിപ്ഷൻ ശ്രീനാരായണ ഗുരു എവിടെയാണ് ചെയ്തത്? ഓപ്ഷൻ ഡി, അരുവിപ്പുറം ക്ഷേത്രമാണ് കേട്ടോ കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറുക്കൽ സമരം നടന്ന സ്ഥലം? പയ്യന്നൂര്, കോഴിക്കോട്, ആലുവ, തിരുവനന്തപുരം. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, പയ്യന്നൂരാണ്. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരതകേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? കെ കേളപ്പൻ, ശ്രീനാരായണ ഗുരു, മന്നത്ത് പത്മനാഭൻ, AK ഗോപാലൻ. അപ്പൊ ആരാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മന്നത്ത് പത്മനാഭനാണ് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. അടുത്ത ചോദ്യം, കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചതാര്? O ചന്തുമേനോൻ, CV രാമൻപിള്ള, VT ഭട്ടതിരിപ്പാട്, AR രാജരാജവർമ്മ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, VT ഭട്ടതിരിപ്പാട്. അടുത്തത്, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. അപ്പൊ 4 സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുണ്ടറ വിളംബരം, വൈക്കം സത്യാഗ്രഹം, മാപ്പിള ലഹള, മലയാളി മെമ്മോറിയൽ. അപ്പൊ ഇതിൽ ഏതാണ് ആദ്യം നടന്നിട്ടുണ്ടാവുക? കുണ്ടറ വിളംബരമാണ് അല്ലെ. 1809 കുണ്ടറ പ്രൊക്ലമേഷൻ നടന്നത്. അതിനുശേഷം വരുന്നത് മലയാളി മെമ്മോറിയൽ ആണ്, 1891 പിന്നെ മാപ്പിള ലഹള 1921, പിന്നെയാണ് വൈക്കം സത്യാഗ്രഹം 1924. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ്. 1, 4, 3, 2 എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? ഇംപീരിയൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, നെടുങ്ങാടി ബാങ്ക്. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, നെടുങ്ങാടി ബാങ്ക് ആണ് ഉത്തരം. കേരളത്തിന്റെ ഗവർണറായ ആദ്യ മലയാളി? VV ഗിരി, B രാമയ്യ, നിഖിൽ കുമാർ, V വിശ്വനാഥൻ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, വി വിശ്വനാഥനാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം? 1929, 1865, 1896, 1914. ഇതിലേതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി അല്ലെ, 1865 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആര്? NV ജോസഫ്, K കേളപ്പൻ, PK കുഞ്ഞ്, C കേശവൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, K കേളപ്പൻ ആണ്. താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏത്? 1916 ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം, കീഴരിയൂർ ബോംബ് കേസ്, മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് നിയമ ലംഘന സമരം, 1936 ഇലക്ട്രിസിറ്റി സമരം. അപ്പൊ ഇതിൽ ഏതാണ് മലബാറുമായിട്ട് ബന്ധമില്ലാത്തത്? 1936 ഇലക്ട്രിസിറ്റി സമരമാണ് അല്ലെ, അത് തൃശ്ശൂരാണ് നടന്നത്. അടുത്ത ചോദ്യം, ഏത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? പാലക്കാട്, മഞ്ചേരി, വടകര, ഒറ്റപ്പാലം. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വടകരയാണ്. അടുത്ത ചോദ്യം,
1921 നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശൻ, ആനി ബസന്റ്, എ കെ ഗോപാലൻ, പി കൃഷ്ണപിള്ള. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ടി പ്രകാശൻ ആണ്. അടുത്തത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? എ. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനും ആണ് എന്ന പ്രഖ്യാപനം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കുവാനുള്ള അവകാശം നേടിക്കൊടുത്തു. മനുഷ്യ സ്നേഹത്തിലും സർവ്വമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ. അപ്പൊ ഇതിൽ ഏതാണ് ഗുരുവുമായിട്ട് ബന്ധമില്ലാത്തത്? ഓപ്ഷൻ സി ആണല്ലേ. സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കുവാനുള്ള അവകാശം നേടിക്കൊടുത്തു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? കുമാരഗുരുദേവൻ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ, വാഗ്ഭടാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ വീണ്ടും ഒരുപാട് റിപ്പീറ്റ് ചെയ്തു വന്ന ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കുമാരഗുരുദേവൻ. 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? മെക്കാളെ പ്രഭു, കനോലി പ്രഭു, വില്യം കീലിംഗ്, വില്യം ലോഗൻ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, വില്യം കീലിംഗ് ആണ്. അടുത്ത ചോദ്യം, വയനാട്ടിലെ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചോദിക്കുന്നത്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. എല്ലാം ശരിയുത്തരങ്ങളാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ശരിയാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ 4 ആണ് ഇവിടെ. ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയുത്തരങ്ങളാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്? കുറിച്യ കലാപം, വൈക്കം സത്യാഗ്രഹം, പഴശ്ശി കലാപം, ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പൊ ഇതിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്? പഴശ്ശി കലാപമാണ് അല്ലെ. 1793 പഴശ്ശി കലാപം നടക്കുന്നത്. അടുത്ത ചോദ്യം, ഇത് ക്യാൻസൽ ഔട്ട് ആയി പോയൊരു ചോദ്യമാണ്. വാഗൺ ട്രാജഡി നടന്ന വർഷം. കാരണം ഇതിന്റെ ഓപ്ഷൻസിൽ ആൻസർ ഉണ്ടായിരുന്നില്ല. അപ്പൊ വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ 19 ആണ് കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ഔട്ട് ആയി പോയതാണ്. ഇനി അടുത്തത്, പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ. മക്തി തങ്ങൾ, വി ടി ഭട്ടതിരിപ്പാട്, കെ കേളപ്പൻ, മമ്പുറം തങ്ങൾ. ആരാണ്? വി ടി ഭട്ടതിരിപ്പാടാണ് പൊന്നാനി താലൂക്കിൽ 1896 ജനിച്ചത്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത്? വൈക്കം സത്യാഗ്രഹം, ഹരിജൻ ധനസമാഹരണം, പാലിയം സത്യാഗ്രഹം, നിസ്സഹകരണ സമര പ്രചരണാർത്ഥം. അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി, പാലിയം സത്യാഗ്രഹമാണ് ഇതുമായിട്ട് ബന്ധമില്ലാത്തത്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. അപ്പൊ ഇത് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രസ്താവന എയും ബിയും ശരിയാണ്. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. അപ്പൊ ഇതിൽ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഗാന്ധിജിയുമായിട്ട് 1947 കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. അപ്പം 1, 2, 3 ആണ് ശരി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ നമ്മൾ കേരള ഹിസ്റ്ററിന്റെ PYQs ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. സോ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് നമ്മൾ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് നിങ്ങളുടെ ആസ്പിരൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനേക്കും കൂടെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.